ആദർശത്തിന്റെ മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടി കൃത്യമായ മതിലുകൾ സൃഷ്ടിച്ച സമസ്ത ഓരോ കാലഘട്ടത്തിലും ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന് എന്താണോ അനിവാര്യമായി വന്നിട്ടുള്ളത് ആ കാര്യങ്ങൾ വളരെ കൃത്യമായി ഈ സമുദായത്തിനു മുമ്പിൽ സമർപ്പിക്കുന്നതിൽ സമസ്ത എന്നും മുന്നിൽ നിന്നിട്ടുണ്ട്. ഒരു കാലത്ത് നവീനവാദികളുടെ കടന്നുകയറ്റത്തിനെതിരെ വൻമതിലുകൾ സൃഷ്ടിച്ച സമസ്ത വിദ്യാഭ്യാസ രംഗത്ത് വൻ വിപ്ലവവും സൃഷ്ടിച്ചു. പ്രതിലോമ ശക്തികൾ വിദണ്ഡവാദങ്ങളുമായി വന്ന സാഹചര്യത്തിലും സമസ്ത അതിന്റെ ദൗത്യം നിർവഹിച്ചു. നിരീശ്വരവാദികൾ നിരന്തരമായി സമൂഹത്തെ വഴിതെറ്റിക്കുവാനുള്ള ശ്രമം നടത്തിയപ്പോൾ സമസ്ത അതിന്റെ ദൗത്യം വളരെ കൃത്യമായി നിർവഹിച്ചു. ചില സഹോദര സമുദായങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ദാരിദ്ര്യാവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ ചില ഭാഗങ്ങളിൽ പ്രചരണം നടത്തിയപ്പോൾ മഹാനായ ശംസുൽ ഉലമയെ പോലത്തെ ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാർ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. ഈ രൂപത്തിൽ സമൂഹത്തിൽ ആവശ്യമുള്ളത് അതത് സമയങ്ങളിൽ കൊടുത്തിട്ടുള്ള പാരമ്പര്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന പൊതുജന സമൂഹം സമസ്തയോട് എന്നും അടുത്തു നിൽക്കുന്നു എന്ന കാര്യം നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. 2008 കണക്ക് പ്രകാരം 23,24,169 വിദ്യാർത്ഥികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 5ാം ക്ലാസ് പൊതുപരീക്ഷയിൽ സർട്ടിഫിക്കറ്റ് നേടി പുറത്തു വന്നിട്ടുണ്ട്. 7,81,123 വിദ്യാർത്ഥികൾ 7ാം ക്ലാസ്സിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. 8,23,047 വിദ്യാർത്ഥികൾ 10ാം ക്ലാസ്സിൽ നിന്ന് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് നേടി പുറത്തു വന്നിട്ടുണ്ട്. 479 വിദ്യാർത്ഥികൾ +2 സർട്ടിഫിക്കറ്റ് നേടിക്കൊണ്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത് 2008 മാത്രം കണക്കാണ്. പൊതുപരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളുടെ കണക്കാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതിനു പുറമെ മറ്റു ക്ലാസുകളിൽ നിന്നൊക്കെയായി ധാരാളം വിദ്യാർത്ഥികൾ സമസ്തയുമായി ബന്ധപ്പെട്ട് മദ്രസകളിൽ നിന്ന് പുറത്തിറങ്ങി. പോരാത്തതിന് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ നിന്നും അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, വളാഞ്ചേരി മർക്കസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വാഫി സിലബസിൽ നിന്ന് നൂറുകണക്കിന് കുട്ടികൾ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഹുദവികൾ, ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമസ്തയുടെ ടച്ചുണ്ടെന്ന് കൃത്യമായി നമുക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സമസ്ത എന്ന് പറയുന്ന ഒരു ബഹുജന പ്രസ്ഥാനമാണ്. ബഹുജന പ്രസ്ഥാനം എന്ന നിലക്ക് ബഹുജനങ്ങളുടെ പിന്തുണ എല്ലാ കാലത്തും സമസ്ത ആർജിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ പക്ഷാന്തരമില്ലെന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാലത്ത് തബ്ലീഗ് ജമാഅത്തിനെ അനുകൂലിച്ചതിന്റെ പേരിൽ സമസ്തയിൽ നടപടി ഉണ്ടായ ചില ആളുകൾ രൂപീകരിച്ച അഖില കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവായി ചമഞ്ഞിരുന്നൊരു മാന്യദേഹം അത് ക്ലച്ച് പിടിക്കാതെയായപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരും വെച്ചുകൊണ്ട് വിഘടിത പ്രവർത്തനം ഇവിടെ ആരംഭിച്ചത് കൃത്യമായി നമുക്ക് ആ ചരിത്രമറിയാം. മനഃപൂർവ്വം സമസ്തയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു, സമസ്തയിൽ രാഷ്ട്രീയം ആരോപിച്ചു, സമസ്തയിൽ മുജാഹിദും ആശയങ്ങൾ സമസ്തയിൽ കടന്നുകൂടുന്നു എന്ന് നിർവ്യാജം പറയാൻ അവർക്ക് യാതൊരു മടിയുമുണ്ടായില്ല. ആ രൂപത്തിൽ മഹാരഥന്മാരായ കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയെയും തെരുവാനന്തരം കൃത്യമായി മത്സരം നടത്തിക്കൊണ്ടും പേനയുന്തിക്കൊണ്ടും അവർ നമ്മുടെ സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ചു. കണ്ണിയത്ത് ഉസ്താദിനും ശംസുൽ ഉലമക്കും CH ഹൈദ്രോസ് ഉസ്താദിനും ഒക്കെ പോലീസ്
ബന്ദോബസ്തോടുകൂടി സമസ്തയുടെ ഓഫീസിൽ നിന്നും പുറത്തു വരേണ്ട ഗതികേടുണ്ടായി. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരുന്ന, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതിരുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ കേസ് കൊടുത്തു. ഞാൻ കോടതിയിൽ പോവില്ല, അവൻ കോടതിയിൽ പോവുമെന്നാണ് അന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അതിനെതിരെ പ്രതികരിച്ചത്. മഹാനായ ശംസുൽ ഉലമ ഇ കെ ഉസ്താദിന്റെ ചങ്കുറപ്പോടുകൂടിയുള്ള പ്രവർത്തനം ഒന്നുകൊണ്ട് തന്നെ ഒരു കോട്ടവും തട്ടാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ വലിയ കപ്പൽ വളരെ സുന്ദരമായി തന്നെ കരക്കടിഞ്ഞ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സമസ്തക്കൊരു പോറലും ഏറ്റിട്ടില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തോടുകൂടി ഇന്ന് എല്ലാ ദൗത്യങ്ങളും നിറവേറ്റുകൊണ്ട് തന്നെ സമസ്ത 90 വയസ്സ് പൂർത്തിയാക്കിയിരിക്കുന്നു. എല്ലാ വിഭാഗ ജനങ്ങളുടെയും പിന്തുണ ആർജിച്ചെടുത്തുകൊണ്ടുള്ള സമസ്തയുടെയും മുന്നേറ്റത്തിൽ വിറളി പൂണ്ടവരും അസൂയ പൂണ്ടവരുമാണ് നമ്മുടെ മഹല്ലുകളിലും മദ്രസകളിലും മനഃപൂർവ്വം കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്ന് ഈ പാലാണിക്കാർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ധാരാളം സ്ഥലങ്ങളിൽ ഞാൻ കൂടുതൽ നീട്ടിപ്പറയുന്നില്ല. ഈ അടുത്ത കാലത്താണ് എളങ്കൂറിൽ ഒരു സഹോദരൻ മരണപ്പെട്ടത്, ഒരു ആചാര്യൻ മരണപ്പെട്ടത്. എളങ്കൂറിൽ നിന്നും 3 കിലോമീറ്റർ അപ്പുറം തൃക്കലങ്ങോട് കാരക്കുന്നിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അവിടെ അന്ന് ഈ സഹോദരൻ മരണപ്പെടുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സംഭവം കൃത്യമായി എനിക്കറിയാം. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മുഫത്തിസ് അവിടെ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നു. ക്ലാസ് എടുക്കുന്ന തൊട്ട് മുമ്പ് സാധാരണയായി നാം പാട്ട് വെക്കാറുണ്ട്. ആ പാട്ട് സമസ്തയുടേതായി എന്ന കാരണത്തിൽ അവിടെ ബഹളമുണ്ടാക്കിയ ഈ സമയത്ത് ഈ സഹോദരൻ അങ്ങോട്ട് കടന്നു വന്നു. ആ സമയത്ത് ചെറിയ ഒന്നും തള്ളുമുണ്ടായി. ആ സഹോദരൻ അവിടെ വീണു. അദ്ദേഹത്തോടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ ചുരുക്കി പറയുകയാണ്, മഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെട്ടു. ഡോക്ടർമാർ കൃത്യമായി പറഞ്ഞു, കൃത്യമായൊരു വിധി എഴുതി. നെഞ്ഞുവേദന അനുഭവപ്പെട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന് ഇതിന്റെ മുമ്പ് 2-3 തവണ നെഞ്ഞുവേദന ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായി നെഞ്ചുവേദന അനുഭവപ്പെട്ടുകൊണ്ട് തന്നെയാണ് മരണപ്പെട്ടത് എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ കൃത്യമായി പറഞ്ഞു, ഇത് ലീഗുകാരുടെ ഹോസ്പിറ്റലാണ്. മഞ്ചേരി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ലീഗുകാരുടേതാണ്. ഇവിടെ എനിക്ക് വിശ്വാസമില്ല, കൊണ്ടുപോകണം, ഇവിടെ നിന്ന് കൊണ്ടുപോകണം, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധുവിന്റെ സാധാരണ മരണം വരിച്ച ആ സാധുവിനെ നെഞ്ചി കീറി മുറിച്ചത് ഇദ്ദേഹത്തിന്റെ മൂത്ത പുത്രനാണ്. വളരെ കൃത്യമായിട്ട് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരുമൊക്കെ ഈ വിഷയത്തിൽ അദ്ദേഹത്തോട് തർക്കിച്ചു. ഏറെ ആ വിഷയത്തിൽ അവർ പ്രയാസപ്പെട്ടു. ഇന്ന് അവിടെ പോയി അന്വേഷിച്ചാൽ അറിയാം അതിന്റെ കൃത്യമായ കാര്യം എന്തായിരുന്നു എന്ന്. ആ സാധു മനുഷ്യൻ മരണപ്പെട്ടു പോയി. ആ ബഹളത്തിനിടയിൽ അദ്ദേഹത്തിന്റെ വേജാറ് കാരണം അദ്ദേഹത്തിന് നെഞ്ഞുവേദന അനുഭവവും ആ അനുഭവപ്പെടലിന്റെ ഭാഗമാക്കിയ മരണമുണ്ടായതെന്ന് കൃത്യമായി ഡോക്ടേഴ്സും മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സും എല്ലാം വളരെ കൃത്യമായി രേഖാമൂലം കൃത്യമായി പറഞ്ഞു. അതിന്റെ പേരിൽ ആ സഹോദരനെ കീറി മുറിക്കാൻ ചെയ്തുവെന്ന് മാത്രമല്ല, നാട് നീളവരെ പോസ്റ്റർ ഒട്ടിച്ച് അവർ ഷഹീദിന്റെ ഒരു പദവിയൊക്കെ നൽകിക്കൊണ്ട് ആ സഹോദരനെ അങ്ങനെ പ്രചരിപ്പിച്ചു. അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ ജനിച്ചു കൂട്ടുമാറാവട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ചില വിഷയങ്ങളുടെ പേരിൽ നിരന്തരം ഈ സമൂഹത്തിൽ സമസ്തയെ താറടിക്കാനാണ് ചില ആളുകൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് അവർ തന്നെ ചില കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നർത്ഥം. ഈ അടുത്ത് മുടിക്കോട് മഹലിലുണ്ടായ പ്രശ്നം പതിവ് അതേപോലെ തന്നെയാണ്. ആമക്കാട് ഉണ്ടായിട്ടുള്ള പ്രശ്നം അതുപോലെ തന്നെയാണ്. കുട്ടികാക്ക എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടവും ഇതേ രൂപത്തിലാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ രൂപത്തിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ മക്ബറയിൽ വന്നുകൊണ്ടും പ്രശ്നമുണ്ടാക്കാൻ കഴിഞ്ഞ തവണ ശ്രമിച്ചു. അവിടെ നേർച്ച നടത്താൻ വേണ്ടി സമസ്തയുടെ കീഴിൽ നടന്നു വരുന്ന ആ മക്ബറയിൽ നേർച്ച നടത്താൻ വേണ്ടി നിരന്തരം ശ്രമം നടത്തി. അവിടുത്തെ ജനങ്ങൾ ചെറുത്തുനിന്ന് പരാജയപ്പെട്ടു ഓടിപ്പോയ സംഭവം വാഴക്കാട്ടുകാർക്കറിയാം. മരണപ്പെട്ടു പോയാൽ പിന്നെ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയൊക്കെ സ്വന്തം ആളുകളായി മാറാം. കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയ്ക്കും എന്തൊക്കെയാ പ്രസംഗിച്ചത്, എന്തൊക്കെയാ മഹാന്മാർക്കെതിരെ എഴുതി വെച്ചത്, ഒരിക്കലും ഇവിടെ പറയാൻ പാടില്ലാത്ത വിധം ആ മഹാരഥന്മാർക്കെതിരെ
അദ്ദേഹത്തിനെതിരെ, ആ മഹാന്മാർക്കെതിരെ മത്സരം നടത്തിയത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. ഈ രൂപത്തിൽ നമ്മുടെ നാട്ടിലും ഇങ്ങനെ വിഷയമുണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ പാലാണിയിലെ മദ്രസ, ഇവിടെ പറപ്പൂർ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ 8 വർഷം ജനറൽ സെക്രട്ടറി ആയ വ്യക്തിയാണെന്നാണ്. ഈ തന്നെ 8 വർഷം ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ കീഴിൽ. ഒരിക്കൽ ഇവിടുത്തെ ചില നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ മദ്രസയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ എന്നോട് സൂചിപ്പിച്ചു. റേഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ചുരുക്കി പറയാം, കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അറിയാവുന്നതാണ്. ഒരു രാത്രിയിൽ ഇവരുടെ സിലബസ് കൊണ്ടുവന്ന് ആ പുസ്തകത്തിൽ ആ മദ്രസയിൽ വെച്ച് പിറ്റേന്ന് ഇവരുടെ സിലബസിൽ മദ്രസ നടത്താനുള്ള തന്ത്രമല്ല കുതന്ത്രമാണ് അന്നിവിടെ നടത്തിയത്. ഇവിടത്തെ മുഅല്ലിങ്ങളൊക്കെ സദറടക്കം അവരൊക്കെ നേരിട്ടിൽ പരിചയമുള്ളവരും ബന്ധമുള്ളവരുമാണല്ലോ. അവരോടൊക്കെ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചതാണ്. ഇങ്ങനെ ഒരു ശ്രമം അവർ നടത്തിയ സാഹചര്യത്തിൽ ഇവിടത്തെ സഹോദരങ്ങൾ അവരുമായി പ്രശ്നമുണ്ടാക്കാൻ പോയിട്ടില്ല. അത് നമ്മുടെ പാരമ്പര്യമാണ്, നമ്മളത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു പ്രശ്നമുണ്ടാക്കാൻ നമ്മൾ പോയില്ല. അവർ ബലപ്രയോഗത്തിലൂടെ അതുപോലെ പോലീസിൽ സ്വാധീനിച്ചുകൊണ്ടും നമ്മുടെ ഈ മദ്രസ പിടിച്ചെടുക്കുവാനുള്ള ശ്രമം നടത്തി ആ കുതന്ത്രം വിജയിച്ചു എന്ന കാര്യം തീർച്ചയാണ്. പാവപ്പെട്ടൊരു സാധു മനുഷ്യനെ കബളിപ്പിച്ചുകൊണ്ട് അതിന്റെ രേഖകൾ കൈക്കലാക്കി ആ മദ്രസയിൽ അവർ സിലബസ് പഠിപ്പിക്കുന്നതിന് വേണ്ടി അവർ ശ്രമം ആരംഭിച്ചു. അതിൽ വിജയിക്കുകയും ചെയ്തു. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് ഇസ്ലാമത വിദ്യാഭ്യാസം കൊണ്ട് നല്ലൊരു മദ്രസ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും സാധിച്ചു. ഞാൻ സൂചിപ്പിക്കട്ടെ, റേഞ്ച് ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് അവർ ഈ മദ്രസ പിടിച്ചടക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെയും ജമിയത്തുൽ മുഅല്ലിമീന്റെയും റെക്കോർഡുകൾ അവിടുത്തെ സദറിന് ഞാൻ കൈമാറിയിരുന്നു. ഇല്ലെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇന്നും ഞാനും ജീവിച്ചിരിപ്പുണ്ട്, സദറും ജീവിച്ചിരിപ്പുണ്ട്. ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെയും ജമിയത്തുൽ മുഅല്ലിമീന്റെയും റെക്കോർഡുകൾ കൈമാറിയത് ഞാനാണ്. തലേ ദിവസം ഞാൻ ചോദിച്ചു, റെക്കോർഡ് തിരിച്ചു തരണം. ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെയും ജമിയത്തുൽ മുഅല്ലിമീന്റെ റെക്കോർഡ് നിങ്ങൾക്ക് എന്തിനാ? ഞാനിവിടെ മദ്രസയിൽ കയറിത്താൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, തിരിച്ചു തരണം. റെക്കോർഡുകൾ മുഴുവനും ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. സമസ്ത ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെയും ജമിയത്തുൽ റെക്കോർഡ് അവർക്കെന്തിനാ? ആ മദ്രസയിൽ നമ്മുടെ റെക്കോർഡ് അവർ കൈവശം വെച്ചെന്ന് മാത്രമല്ല, ബലമായ മദ്രസ പിടിച്ചെടുക്കുകയും ചെയ്തു. പക്ഷെ അല്ലാഹു നമ്മോടൊപ്പമുണ്ടല്ലോ, നമ്മുടെ ഉലമാക്കളുടെ പ്രാർത്ഥന നമുക്കുണ്ടല്ലോ. 2 ദിവസം കൊണ്ടല്ലേ നമ്മൾ താൽക്കാലിക മദ്രസ ഉണ്ടാക്കിയത്? 2 ദിവസം കൊണ്ട്. ആ കൂട്ടത്തിൽ ഒരു തൊപ്പി വെച്ച ആളുണ്ടായിരുന്നു. ഞാൻ അവർക്ക് സാധാരണക്കാരായിരുന്നു. എന്തോന്നറിയില്ല, അതിൽ ദുആ ചെയ്യാൻ എനിക്കാണ് അവസരമുണ്ടായത്. അള്ളാഹു അനുഗ്രഹിച്ചു, നല്ലൊരു മദ്രസ ഉയർന്നു വന്നു. അൽഹംദുലില്ലാഹ്, ഇന്ന് ആ മദ്രസ അതിന്റെ പുരോഗതി നാം കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായ സംഭവമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഈ രൂപത്തിൽ എല്ലാ നാടുകളിലും മദ്രസകൾക്ക് ചുവര് വെക്കുവാനും ഒരു പള്ളിയിൽ സ്വലാത്ത് നടക്കുന്നുണ്ടെങ്കിൽ പകരം ഒരു സ്വലാത്ത് നടത്താൻ കഴിയില്ലെങ്കിൽ മറ്റോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അതിന്റെ പെട്ടിവെക്കാനുമൊക്കെയുള്ള ഹീന ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ കൃത്യമായിട്ട് ചിത്രം സൃഷ്ടിച്ചത് ആരാണ് എന്ന് നാം കൃത്യമായി ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. 1980 മുതൽ അങ്ങോട്ട് പരിശോധിച്ചു നോക്കൂ. ഇവിടെ സമസ്തയിലും മറ്റുമൊക്കെ ഉണ്ടായ വിഷയങ്ങൾ പരിശോധിച്ചു നോക്കൂ. ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? നമ്മുടെ മഹല്ലുകൾ ആരാണ് കുഴപ്പമുണ്ടാക്കിയത്? നമ്മുടെ മദ്രസയിൽ ഇടയ്ക്ക് ചുമരോളം വെക്കാൻ ആരാണ് നേതൃത്വം നൽകിയത് എന്ന് നമുക്ക് കൃത്യമായി ആലോചിച്ചാൽ, നിഷ്പക്ഷമതികൾ ആലോചിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏതായിരുന്നാലും ഈ രൂപത്തിൽ നമ്മുടെ നാടുകളിൽ മഹല്ലുകളിൽ ഛിദ്രതയുണ്ടാക്കുന്നവരെ നാം തിരിച്ചറിയണം. ശത്രുതയോടുകൂടിയല്ല ഈ കാര്യങ്ങൾ പറയുന്നതും സംസാരിക്കുന്നതും. സ്നേഹബുദ്ധ്യ ഉണർത്തുകയാണ്. നിങ്ങൾ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം നടത്തിക്കോ, എന്തു കാരുണ്യ പ്രവർത്തനം നടത്തിക്കോ, ഞങ്ങൾക്കതൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തനവും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനമൊന്നും ഇവിടെ ഈ പൊതുജനങ്ങൾക്ക് മുമ്പിൽ കാര്യമായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കൃത്യമായി പൊതുജനങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞങ്ങളതൊന്നും ഇവിടെ പറഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി ഒന്നും സംസാരിക്കുന്നില്ല.
പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ കുതിര കയറാൻ വന്നാൽ അതിനനുസരിച്ച് പ്രതികരിക്കുവാനും അതിനനുസരിച്ച് മറുപടി പറയുവാനും ഞങ്ങൾ നിർബന്ധിതരാണ്. അത് ഞങ്ങളുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കെതിരെയുള്ള ആ രൂപത്തിലുള്ള ശ്രമങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് അത് ഞങ്ങൾ പറയുക തന്നെ ചെയ്യുമെന്ന് വിനീതമായിട്ട് ഉണർത്തുകയാണ്. ഇവിടെ ചില പ്രഭാഷണം നടത്തിയ ചില ആളുകൾക്ക് വിഷയദാരിദ്ര്യം അനുഭവപ്പെട്ടു. വിഷയദാരിദ്ര്യം ഇപ്പൊ അങ്ങനെയാണല്ലോ. കാരണം മുടിയുടെ കൃത്യമായി മറുപടി പറയാൻ പറ്റുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു ഡിവൈഡ് അവിടെ സംഘടന ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ മറുപടി പറയാൻ പറ്റാത്ത അവസരത്തിൽ വിഷയദാരിദ്ര്യം അനുഭവപ്പെട്ടപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കീറി മുറിക്കുകയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൃത്യമായി ബത്സിക്കുകയാണ്. ഏതായിരുന്നാലും ഈ രൂപത്തിൽ മുന്നോട്ട് പോവാൻ ഒരു സംഘടനയ്ക്കും സാധിക്കില്ലെന്ന് വിനീതമായി ഉണർത്തിക്കൊണ്ട് ഞാൻ ആമുഖ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനനായ നാസർ സക്കാഫി വയനാട് അവർകൾ, അതുപോലെ നമ്മുടെ ഫൈലി ഉസ്താദ് അവർകൾ ഇവിടെ എത്തിച്ചേരുമെന്ന് ഏതാനും നിമിഷമെങ്കിലും എത്തിച്ചേരുന്ന ബഹുമാനനായ എന്റെ സഹപ്രവർത്തകൻ മുസ്തഫ അഷ്റഫി കക്കൂപ്പടി, എല്ലാവരെയും, അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരങ്ങൾ, ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സംഘടനാ പ്രതിനിധികൾ, എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശ്രദ്ധിക്കുക. റോഡിന്റെ ഇരുവശത്തും നഗരിക്ക് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ബൈക്കുകൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റിപ്പാർക്ക് ചെയ്യണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ താഴ്മയുടെ സ്വരത്തിൽ സംഘാടകർക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. സത്യസരണിയുടെ സംസ്ഥാന്താവായ സത്യസമസ്തയിലേക്ക് സദൈവം കടന്നുവന്ന് ഈ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യമായി മാറിയ ഉസ്താദ് നാസർ സക്കാഫി വയനാട് ഈ പ്രൗഢമായ ആദർശ സമ്മേളനത്തെ അഭിസംബോധനം ചെയ്യുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب رسولك سيدنا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي أمل ألقى القيم به سوى محبتك العظمى وإيماني. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഒരു 2 മിനിറ്റ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി പേരിൽ ഒരു ബൈത്ത് ചൊല്ലി തുടങ്ങാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. أنت منجينا غدا من شفاعتك السفا، من لنا مثلك يا سيدي خير النبي. الصلاة على النبي والسلام على الرسول
الشفيع الأبتاهي والحبيب العربي ارتكبت على الخطا غير حسر وآداب لك أشكو فيه يا سيدي خير النبي إننا نرجو إلى تأسي حولك للآتاش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتاهي والحبيب العربي إننا نرجو إلى كأس حولك للآتاش يوم نشر كتابي يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا واهلنا الله يا سيدي خير النبي الصلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتاهي والحبيب العربي واعلموا يا أمة سيدنا مولانا محمد റഹ്മാനായ രാജസയ്യിദായ അല്ലാഹുവേ ഞങ്ങളുടെ സദസ്സിനെ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നിന്റെ ഹബീബായ പുണ്യപൂമാൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് എത്തിക്കണേ അല്ലാഹ്. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദന്മാർ, ഞങ്ങളുടെ ദുആ കൊണ്ട് വസീയത്തുകൾ, ഞങ്ങളെ സഹായിക്കുന്നവർ, ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടം മുതൽ ഇന്നും ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ, റഹ്മാനായ അല്ലാഹുവേ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, അതുപോലെ ജീവിച്ചിരിക്കുന്നവർ എല്ലാവരുടെയും എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരെയും ഞങ്ങളെയും ഞങ്ങൾക്കും അവർക്കും ആഫിയത്തോടുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. മരണപ്പെട്ടവർക്കും ഈ ഖബറോടെ സുഖത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ബഹുമാന്യരായ ഈ സദസ്സിന് പ്രാർത്ഥന നടത്തിയ ഫൈസൽ ഉസ്താദ്, സ്വാഗതപാഠം നടത്തിയ ആഷിഖ് ഉസ്താദ്, ഈ സദസ്സിൽ സംബന്ധിക്കാനെത്തിയ സമസ്തയുടെയും SYSന്റെയും SKSSന്റെയും SBVയുടെയും പ്രവർത്തകരെ, ഒരു വലിയ മഹത്തായ കാര്യത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആരെയും വേദനിപ്പിക്കുകയോ വിമർശിക്കുകയോ അല്ല നമ്മുടെ ലക്ഷ്യം. ഹബീബായ പുണ്യപൂമാൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രബോധനം നടത്തിയ ഇസ്ലാമിന്റെ തനതായ രൂപവും ഭാവവും അത് അതേപടി നിലനിർത്താൻ 1926 ചില പ്രത്യേക സാഹചര്യത്താൽ രൂപീകൃതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശ വിശുദ്ധിയുടെ 90 വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം ആരുടെ കൈകളിലാണ് യഥാർത്ഥമായി നിലകൊള്ളുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
എങ്കിലും പിൽക്കാലത്ത് വന്ന ചില പ്രശ്നങ്ങളിൽ കോലവും രൂപമെല്ലാം കണ്ട് അതങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടോ എന്ന് ചില ആളുകളുടെ ഹൃദയത്തിലൊരു സംശയമുണ്ടാകും. ഞാൻ ഓർത്തു പോവുകയാണ്, മഹാനായ ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പ്രായത്തിന്റെ അവശതയിൽ വിശ്രമിക്കേണ്ട സമയത്ത് സമസ്തയിൽ ചില ഭിന്നസ്വരങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം വെച്ച് കാസർഗോഡ് ജില്ലയിലെ ഒരു പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രക്കറിൽ അവശനായി കിടന്നു ഉറങ്ങിപ്പോയി. കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ ആ അവശത കണ്ട് കുലുക്കി വിളിച്ചു. കുറെ നേരത്തേക്ക് കണ്ണു തുറന്നില്ല. എല്ലാവർക്കും ബേജാറായി. അല്പസമയത്തിന് ശേഷം ഒന്ന് ക്ഷീണം മാറി കണ്ണു തുറന്നപ്പോ ആ ഉറക്ക മയക്കത്തിൽ ഉണർവിലേക്ക് വരുന്ന സമയത്ത് ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹു തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്റെ മനസ്സിനെ അത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കാറുണ്ട്, പക്ഷേ ചില സമയത്ത് അത് എനിക്ക് സന്തോഷം പകരാറുമുണ്ട്. നിങ്ങളുടെ സദസ്സിൽ നിൽക്കുമ്പോൾ അതെനിക്ക് സന്തോഷകരമാണ്. എന്നെ ഈ പ്രായത്തിൽ വിശ്രമിക്കേണ്ട ഈ സമയത്ത് എന്നെ ഇങ്ങനെ പല സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കാരണക്കാരായ ആളുകൾ പിന്നീട് അനുഭവിക്കും. അവർ ബുദ്ധിമുട്ടേണ്ടി വരും. അള്ളാഹുവെ, അവർക്ക് നീ അതിന് പകരം നീ തന്നെ കൊടുക്കണേ എന്ന് ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് അതിലുണ്ടായിരുന്ന ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അത് തന്നെയായിരിക്കാം ഈ അബ്ദുൽ നാസർ സഖാഫി എന്ന് പറയുന്ന ഒന്നിനും കൊള്ളാത്ത ഒന്നുമല്ലാത്ത ഒരു സഖാഫിയെ സമസ്തയുടെ ആദർശ വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിക്കാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിലയിരുത്തുമ്പോൾ ഞാൻ ഒന്നുമല്ല. എന്റെ ഉസ്താദന്മാർ ധരിച്ച ഡ്രസ്സ് അതേപോലെ ഞാൻ പിൻപറ്റുന്നു എന്ന് മാത്രം. അതിൽ കവിഞ്ഞ് ഉള്ളിന്റെ ഉള്ളിൽ ഒന്നുമില്ല. പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നിങ്ങളുടെ മുന്നാകെ വന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാനായ ശരിശേരി ഉസ്താദ് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ, ആഫിയത്തോടുകൂടെ ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ ശൈഖുനാ കോയക്കുട്ടി ഉസ്താദും നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് യഥാർത്ഥത്തിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും രൂപീകരിച്ച് കൈരളിക്ക് സമ്മാനിച്ച ആ സമസ്തയുടെ ഇന്നത്തെ നായകന്മാർ എന്ന് നിങ്ങളുടെ മുന്നാകെ പറയുമ്പോ അതിലെനിക്ക് അഭിമാനമുണ്ട്. അതിനേക്കാൾ ഏറെ ശംസുൽ ഉലമയുടെ പ്രാർത്ഥനയിൽ ഞാനും പങ്കുകൊണ്ടിട്ടുണ്ട് എന്ന സന്തോഷമുണ്ട്. ശംസുൽ ഉലമായി തങ്ങൾ പറഞ്ഞത് കേൾക്കാം, പലരും പറഞ്ഞതിനായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആരാണോ സമസ്തയിൽ ഭിന്നത പാകിയത് അവരെ കുറിച്ച് പറയാൻ അവരുടെ മുഹിബ്ബീങ്ങൾ തന്നെ പിന്നീട് രംഗത്ത് വരുമെന്ന്. അതായത് പിളരുന്ന സമയത്ത്, ഭിന്നിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പുറത്താക്കപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ അരവിന്ദ് മേനോൻ ഒരു പുതിയ സമസ്ത രൂപീകരിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ രൂപീകരിക്കുന്ന സമയത്ത് അതിൽ പോയവരല്ലാതെ ആ വിഭാഗത്തിൽ ഉള്ള ആളുകൾ തന്നെ പിന്നീട് സത്യാവസ്ഥ മനസ്സിലാക്കി ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതാണ് എന്ന് ജനങ്ങളുടെ മുമ്പാകെ പറയാൻ അത് ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹു തങ്ങളുടെ പ്രാർത്ഥന നിദാനമായിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവും ഇല്ല. ആമുഖമായി കുറച്ചു കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞേ മതിയാവും. അതിൽ ഒന്നാമതായിട്ട് നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ എന്റെ ശൈഖുനയെ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എന്റെ ശൈഖുന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പേര് പറയുകയാണ്. ഞാനിനി ശൈഖുന ഉസ്താദേ പറയുള്ളൂ. അത് ബഹുമാനപ്പെട്ട ഒരു ഉസ്താദ്, സമസ്തയിൽപ്പെട്ട ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞത്, സഖാഫിയെ നിന്റെ ഉസ്താദാണ് മൂപ്പര്, അതുകൊണ്ട് നീ ഉസ്താദ് തന്നെ വിളിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാമല്ലോ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അറിയാത്തവർക്ക് പരിചയപ്പെടുത്തി തന്നതാണ് എന്റെ ഉസ്താദ്. അതുകൊണ്ട് ഉസ്താദ് തന്നെ, ഈ ഉസ്താദിനെ പറ്റി ഉസ്താദിന്റെ മുഹിബ്ബീങ്ങൾ തന്നെ പറയണം. ചില ആളുകൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, എന്തെങ്കിലും പറ്റിപ്പോകും.
കുരുത്തക്കേട് സംഭവിച്ചു പോകും. ഉസ്താദിനെതിരെ പറയാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ഫത്ഹുൽ മുഈൻ തന്നെ ചിലപ്പോൾ ഖിലാഫുൽ ശൈഖന എന്ന് പറയാറുണ്ട് അല്ലേ? മസ്അല പറയുമ്പോൾ ഖിലാഫുൽ ശൈഖന, എന്റെ ഉസ്താദിന് എതിരായിട്ട് എന്ന് പറഞ്ഞാൽ ഉസ്താദും അവിടെയാണ് എല്ലായിടത്തും കൊണ്ടുവരരുത്. അവിടെ ഉസ്താദ് മോശക്കാരനല്ല, ചില വിഷയത്തിൽ എന്റേതായ മറ്റു ഇവിടുന്ന് കണ്ടത് കൊണ്ടെന്ന രൂപത്തിൽ പറയാം. പക്ഷെ ഇവിടെ ഉസ്താദിനെ പറ്റി പറയാൻ ഏറ്റവും അർഹൻ ഞാൻ തന്നെയാണ്. ഞങ്ങളെപ്പോലത്തെ ഹസൻ സഖാഫി പൂക്കോട്ടൂർ, ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കം, അബൂബക്കർ സഖാഫി പള്ളിപ്പുറം, ഏകദേശം എന്റെ അറിവിൽ 200 ചില്ലാണ് സഖാഫികൾ ഞങ്ങളുടെ കൂടെയുണ്ട്. പല ആളുകളും മറച്ചു വെക്കാണ്, ഒന്നും പറയുന്നില്ല. ഇനി അപ്പുറത്തുള്ള സഖാഫികൾ പോലും എന്നോട് ഈ അടുത്തൊരു സഖാഫി, പേര് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് വിഷമാവും, ഇത് റെക്കോർഡ് ചെയ്യപ്പെടും, യൂട്യൂബിലും മറ്റൊക്കെ വന്ന ആ സഖാഫിന്റെ ജോലി പോകും. അയാൾ ഇന്നും സുന്നി മഹല്ല ജോലി ചെയ്യുന്നത് എന്റെ ഉച്ച കൂട്ടുകാരനാണ്. ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും വയനാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയപ്പോ ഞാൻ ചോദിച്ചു, അല്ല സഖാഫി, പേര് പറഞ്ഞ എന്തായാലും റെക്കോർഡാക്കപ്പെടും. അയാളോട് ചോദിച്ചു, അല്ല ഈ മുടിയെപ്പറ്റി നിന്റെ വിശ്വാസം എന്താണ്? എന്നോട് പറഞ്ഞത്, എപിനെ പറ്റിച്ചതാണെങ്കിൽ, ഇവിടെ ഉസ്താദിനെ പറ്റിച്ചതാണെങ്കിൽ അതിന്റെ കുറ്റം ജാലിയവാലക്കും ഖദർജിക്കല്ലേ ഉള്ളൂ, ഉസ്താദ് ചതിക്കപ്പെട്ടു പോയതല്ലേ എന്ന് വെച്ചിട്ട് നമ്മളെന്തിനാ ഉസ്താദിനെ പറയേണ്ട ആവശ്യം എന്നാ പറഞ്ഞത്. അപ്പൊ ആ സഖാഫിന്റെ മനസ്സിന് മനസ്സിലായില്ല, സംഗതി അതെന്തല്ല. ശബ്ദങ്ങൾ കുറെ ഉണ്ട്, ഇതിങ്ങനെ കുറെ കാണായത് കൊണ്ട് മുടിയെല്ലാം ഓരോരുത്തരുടെ മനസ്സിൽ പോയിട്ടുണ്ട്. മുടി എപ്പോഴാ മർക്കസിലേക്ക് വന്നത് അറിയോ? എപ്പോഴാ മർക്കസിലേക്ക് മുടി വന്നത്? നിങ്ങൾ പറഞ്ഞേ. മുടിയെപ്പറ്റി ചർച്ച വന്നിട്ട് കേവലം കുറച്ചു കാലമായിട്ടേ ഉള്ളൂ. 2003 മുടി മർക്കസിലെത്തിയത്. സംഭവം അറിയില്ല നിങ്ങൾ? അന്ന് നിങ്ങൾ ആരും അറിയില്ല, ഞാനന്ന് മർക്കസിലുണ്ട്. 2003 മർക്കസിൽ മുടി എത്തിയത്. മുടി എത്തുന്നതിന്റെ പിന്നാമ്പുറമുണ്ട്. മുടി മർക്കസിലേക്ക് വരാൻ ഒരു കാരണമുണ്ട്. എന്താ അറിയോ? നിങ്ങൾ അറിയിക്കും, അത് വരാനൊരു സാഹചര്യമുണ്ട്. നിർവാഹമില്ലാതെ എത്തിപ്പെട്ടതാണ് മുടി. അതായത് കേരളത്തിലെ 2 അറിയപ്പെട്ട മക്കാമുകൾ, ഒന്ന് നിങ്ങളുടെ അടുത്തുള്ള മക്കാം, ബഹുമാനപ്പെട്ട സയ്യിദ് അലവിൽ മംഫറമി തങ്ങളുടെ മക്കാമ് നമുക്ക് എഴുതപ്പെട്ടിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചരണം നടത്തുകയും അങ്ങനെ മമ്പറത്തെ മക്കാമ് നമ്മുടെ കയ്യിലാണ് എന്ന രൂപത്തിലൊരു പ്രചരണം കൊണ്ടുപോയി. അപ്പോഴേക്ക് സമസ്ത ഉണർന്നു. അങ്ങനെ കേസായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പൂർണ്ണമായും ദാറുഹുദയുടെ കീഴിലായി. ആ മക്കാമ് പോയി. നല്ല വരുമാനമുള്ള സ്ഥലം നോക്കിയറിയാം, അത് പോയി. പിന്നീട് അടുത്ത ഘട്ടം പാറപ്പള്ളി മക്കാം, ബദരീങ്ങളിൽപ്പെട്ട ഒരു സഹാബി അവിടെ കിടക്കുന്നുണ്ട്. ഇത് നിങ്ങൾ അറിയണം. പാറപ്പള്ളി മക്കാമ് നമുക്ക് തന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 2 കൊല്ലത്തോളം അതിന്റെ ഉറൂസൊക്കെ അവർ കഴിച്ചു. അത് നിങ്ങളൊന്നും അറിയൂല, എനിക്കറിയാം. അപ്പോഴാണ് അവിടുത്തെ സമസ്തക്കാർ, കൊല്ലം മഹല്ല് ജമാഅത്ത് കമ്മിറ്റി, കൊല്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണം നാസർ സഖാഫി വന്നിട്ട് കൊയിലാണ്ടിക്കുള്ള പാറപ്പള്ളിയിലെ കൊല്ലത്തുള്ള ആളുകൾ വന്നിട്ട് കേസ് കൊടുന്ന് പറയണ്ട. അവിടെ ഒരു കൊല്ലുണ്ട്, കൊല്ലം പാറപ്പള്ളി ജമാഅത്ത്, കൊല്ലം മഹല്ല് ജമാഅത്ത് കമ്മിറ്റി കേസ് കൊടുക്കുകയും അവസാനം അതും പോയി. കേരളത്തിൽ അറിയപ്പെട്ട മഹാന്മാരുടെ ഒരു മസാറും നമ്മുടെ കയ്യിലില്ല വന്നപ്പോ, കിട്ടുന്നില്ല എന്ന് വന്നപ്പോ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്രസ പിടിച്ചടക്കിയതുപോലെ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ലോകത്ത് കളവ് പറയുന്ന വിഷയത്തിൽ, പണ്ട് പേരോട് ഉസ്താദ് പറയായിരുന്നു മുജാഹിദാണ് 1ാം സ്ഥാനത്ത്. അല്ല, ഇന്ന് ലോകത്ത് കളവ് പറയുന്ന വിഷയത്തിൽ 1ാം നമ്പർ എന്റെ ഉസ്താദ് അനുധാവനം ചെയ്യുന്ന സംഘടനയാണ് 1ാം നമ്പർ. എത്ര വേണമെങ്കിലും ഞാൻ പറയാം, സമയത്തിന്റെ ലഭ്യത അനുസരിച്ച്. ബഹുമാനപ്പെട്ട കക്കപ്പൊടി ഉസ്താദ് വന്ന ഇൻഷാ അല്ലാഹ് കുറെ കളവുകൾ മൂപ്പരെത്തും. എത്ര കളവുകളുണ്ട്, ഒരുപാട് കളവുകളുണ്ട്. ഇനി ഞാനൊരു കറാമത്ത് പറയാം, എന്നിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. ഒരു കറാമത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരത്ഭുതം, സനദടക്കമുള്ള കറാമത്താണ്. നിങ്ങൾക്ക് കൂടുതൽ അന്വേഷിക്കുകൊണ്ട് ഞാൻ പറയുന്ന കറാമത്തിന്, അത്ഭുതത്തിന് ദൂരത്തേക്കൊന്നും പോകേണ്ട, സനദുണ്ട്, മുത്തസിലാണ്. അതിലുള്ള ആളുകളൊക്കെ പങ്കെടുത്ത ആളൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ അടുത്ത മഹലിൽ തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. ഒന്ന് ബൈക്ക് എടുത്ത് പോയ ഒരു അരമണിക്കൂർ ഓടിയാൽ മതി. 2013 എന്റെ 2013 ആലപ്പുഴ ജില്ലയിൽ വടുതലക്കടുത്ത് 2013 ഏപ്രിൽ, അത് ഞാൻ ലൈസൻസ് നോക്കുന്നത്, എനിക്ക് ലൈസൻസ് കിട്ടിയത് 2013 മാർച്ചിലാണ്. ഇതെന്റെ കയ്യിൽ വെക്കണേ, ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഏതായാലും 2013 ഏപ്രിൽ, ഡേറ്റ് കറക്റ്റ് ഓർമ്മയില്ലെങ്കിലും
ആലപ്പുഴ ജില്ലയിൽ വടുതലയിൽ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ശരിക്കും പറഞ്ഞാൽ അവിടത്തേക്ക് പോകേണ്ടത് ഞാനായിരുന്നില്ല, അബൂബക്കർ സഖാഫി പള്ളിപ്പുറമായിരുന്നു അവിടെ സമസ്ത ആദർശ വിശദീകരണ സമ്മേളനം നടക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് ആരോ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളാറ്റും ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ പിന്നെ നിങ്ങളെ മുട്ടും കാലഴിഞ്ഞു പോകേണ്ടി വരും, മുട്ടിന്റെ താഴോട്ട് രണ്ടും ഉണ്ടാവില്ല. തീവ്രവാദികൾ ആരാന്ന് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു. പാവം മക്കളൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹം പേടിച്ചു. അയാള് തലേ ദിവസം പിന്മാറി. കുടുങ്ങിയല്ലോ. ആ സമയത്ത് ഇങ്ങനെ ചർച്ച ചെയ്ത അവസാനം എനിക്കാണ് നമ്പർ വീണത്. എന്നോട് സഖാഫി വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടിയിൽ പോകാൻ പറ്റുമോ? കുഴപ്പമില്ല, അല്ല പ്രശ്നങ്ങളുണ്ടാവും, കുഴപ്പമില്ല, കാരണം ഞങ്ങൾ കുറെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ പണ്ടിങ്ങളെ നാട്ടുകാരും പറഞ്ഞിട്ടല്ലോ എന്ത് ഒരു അരിഷ്ടക്കുപ്പിന്റെ കഥ. അതേതായാലും ഞങ്ങളെടുത്തില്ല, ഞാനത് ഉപയോഗിച്ചിട്ടുമില്ല. കാരണം പൊട്ടിയ അരിഷ്ടക്കുപ്പി എങ്ങനെ അരക്കി കീപ്പോട്ട് വെക്കാമെന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി. ഇന്നേ വരെ എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. അത് മറ്റൊരു കഥ. ഞാൻ അത് നേരത്തെ പറഞ്ഞത്, പച്ചക്കള്ളം പറയുന്ന വിഷയത്തിൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആരും വേഷം ധരിച്ച ഒരു വിഭാഗം വൈദാറ ഐത്തവും തുജിബുക്കും. പോട്ടെ, ഞാൻ പറയാം. അങ്ങനെ ഈ പരിപാടി ഞാൻ ഏറ്റെടുത്ത് 10:30 മണിക്കാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ പരിപാടിയെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം 11 മണിക്ക് 11 കാലം അലക്കാൻ പോയി. അലക്കിക്കഴിഞ്ഞ് ഒലുമ്പുക എന്നാണ് എന്റെ ഭാഷയിൽ പറയാ, നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെയും പറയാ. അത് പൈപ്പിന്റെ ചോട്ടിലേക്ക് പോയപ്പോൾ കാൽ വഴുതി ഞാൻ വീണു. എന്റെ ഒരു കാലിന്റെ പടം മറഞ്ഞു, മറ്റൊരു കാലിന്റെ തോലും പോയി. റഹ്മാനായ റബ്ബേ, പണ്ടേ ദുആ ചെയ്യാറുണ്ട്, പടച്ചോനെ വലിയ അപകടം തരില്ല, കുരുത്തക്കേടാന്ന് പറഞ്ഞു. അത് തന്നെ എന്റെ മനസ്സിന് തോന്നിപ്പോയി, പടച്ചോനെ കുരുത്തക്കേടായിട്ട് സംഭവിച്ചതാണോ, നാളത്തെ പരിപാടി ഏറ്റെടുത്തുള്ള സങ്കടമാണോ? ഏതായാലും സാരില്ല, കുറച്ച് വെള്ളം കൊണ്ട് ഒഴിഞ്ഞു. ളുഹർ നിസ്കാരത്തിന് കുഴപ്പമില്ല, ഞാൻ കിടന്നുറങ്ങി. ചോറും കഴിച്ചിട്ട് നമ്മളെ പരിപാടി അതാണല്ലോ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഉറങ്ങി. അസറിന് ബാങ്ക് കൊടുത്ത് എഴുന്നേറ്റാ നോക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞില്ല. ഒരു തരത്തിൽ കാല് നല്ല നീര് വെച്ചിട്ടുണ്ട്. മൊബൈൽ എടുത്തിട്ട് അപ്പുറത്തെ റൂമിലെ മുക്രുസ്ഥാനുള്ളത്, എങ്കിലും മുക്രുസ്ഥ ബാങ്ക് കൊടുത്ത റൂമിലേക്ക് ഇങ്ങനെ ഉടനെ വിളിച്ചു അങ്ങോട്ട്. അയാൾ ഫോൺ എടുത്തിട്ട് എന്താ അവസ്ഥ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് ഇങ്ങോട്ട് പോ എന്റെ റൂമിലേക്ക്. അദ്ദേഹം എന്റെ റൂമിൽ വന്നു. അദ്ദേഹത്തിന്റെ പേര് ഓർമ്മ വെച്ചോള്, കുഞ്ഞാലൻ മുസ്ലിയാർ, അരീക്കോട് അടുത്താണ് അയാളെ വീട്. അങ്ങനെ ഏതായാലും അങ്ങനെ അയാൾ റൂമിൽ വന്നു, എന്റെ കയ്യും പിടിച്ച് ഹൗദും കരിയിൽ പോയി ഒളു കൊടുത്തു. ഞാൻ വന്നു, അയാൾ ഇമാം വന്നു, ഞാൻ മാവുമായി നിസ്കരിച്ചു. എനിക്ക് അനക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അവിടുന്ന് അജ്നാസ് നടന്ന കുട്ടിയും കൂട്ടിയിട്ട് ഞങ്ങള് പിന്നെ ചേളാരി ഉണ്ണിയും കുരിക്കടുത്ത്, ചേളാരി ഇപ്പൊ അടുത്ത് തന്നെയാണല്ലോ, ചേളാരി ഉണ്ണിയും കുരിക്കടുത്തേക്ക് പോയി. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സാഹചര്യം പറഞ്ഞു, കാലിൽ അയാൾ പറഞ്ഞു ഒയ്യാൻ പറ്റൂല, 2 or 3 കെട്ടിയിട്ട് നീര് പോയതിനു ശേഷം ഒഴിയാൻ പറ്റുള്ളൂ, അത്ര നീരുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ പരിപാടി ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റൂല, അള്ളാഹ് ഇന്ന് പറഞ്ഞിട്ട് നാളെ ഞാൻ വരിക എന്ന് പറഞ്ഞാല് ഓൾക്ക് എനിക്ക് കിട്ടാൻ വേറൊരു വഴിയുമില്ല, ഞാൻ തന്നെ പോയാൽ മതി. അയാൾ പറഞ്ഞു പോകാൻ പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കാറ് ഞങ്ങൾ 3 ആൾ കൂടി, ഒരു അമീൻ താരിയും ഈ മുക്കുറുസാറും ഞാനും കൂടി ഒരു കാറ് ഓടിച്ചിരുന്നു. ഇപ്പൊ ലൈസൻസ് കിട്ടിയത് കൊണ്ട് എറണാകുളം വരെ വണ്ടി എടുത്ത് പോയാൽ 1 മാസമായിട്ടല്ലുള്ളൂ. അപ്പോ ഡ്രൈവിംഗ് ഒന്ന് പരിശീലിക്കുകയും ചെയ്യാം, പരിപാടിക്ക് പങ്കെടുക്കുകയും ചെയ്യാം, എണ്ണ അവരടിച്ചേരുകയും ചെയ്യും എന്ന നിലക്കാ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ കാലെന്തായി, വലത് കാലാണ് കുടുങ്ങി. കാരണം ആക്സിലേറ്ററും വേണം, അത് ബ്രേക്കും നോക്കണം, രണ്ടിന്റെ വലത് കാലം തന്നെയാണല്ലോ. കുടുങ്ങി എന്ന് പറഞ്ഞാൽ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾക്ക് പോകൽ നിർബന്ധമാണെങ്കിൽ ട്രെയിനിന് സ്ലീപ്പർ ക്ലാസ്സിൽ സഞ്ചരിക്കുക, കാല് മുകളിൽ വെക്കുക, അവിടുന്ന് കാറും കൊണ്ട് വരാൻ പറയാ. കാറിൽ നിങ്ങൾ ബേക്കിലേ ഇരിക്കാൻ, മുമ്പിൽ ഇരിക്കരുത്, കാരണം മുമ്പിൽ കാല് താഴെ വെക്കേണ്ടി വരും. ബേക്കിൽ ആളെ വരരുതെന്ന് പറയണം, കാല് നീട്ടിയിരിക്കണം. അവിടെ പോയിട്ട് നിങ്ങൾ സ്റ്റൂള് വെച്ചിട്ട് ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ സ്റ്റൂളിന്റെ മുകളിൽ കാല് വെക്കണം. എല്ലാം കൂടി കേട്ടോ, പിന്നെന്താ ഞാൻ പോകുന്നത്, എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കിയാ. ഇരുന്ന് പ്രസംഗിക്കുന്നതന്നെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് കാല് നീട്ടി വെച്ചാലോ. ഏതായാലും ഷോർട്ട് ചെയ്ത് പറയുന്നു, ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല. കമ്മിറ്റിക്കാരൊക്കെ വന്നു, റൂമിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ പോകരുത്, ഇത് ബുദ്ധിമുട്ടാവും, എത്ര ദൂരം വലതിലേക്ക് കുറെ ഓടാനുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു നേരം വിളിക്കട്ടെ എന്നിട്ട് പറയാം, ഇപ്പൊ അവരെ വിളിക്കണ്ട. അന്ന് രാത്രി കിടക്കാൻ പോയ സമയത്ത് അല്ലാഹുവേ, ഞാൻ നാളെ പ്രസംഗിക്കുന്ന വിഷയം എന്റെ ഉസ്താദിന് എതിരെയാണ്. എന്റെ ഉസ്താദ് ഏതൊരു ആദർശത്തിലാണ്, ആ ആദർശം ഉസ്താദ് പറഞ്ഞത് കളവാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് ഉസ്താദിന്റെ ലക്ഷ്യം. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ ഹൃദയത്തിന് ലഭിച്ച ആ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ നാളെ രാവിലെ എന്റെ വാഹനം എനിക്ക് ഓടിച്ചു തന്നെ പോകാൻ നീ തൗഫീക്ക് ചെയ്യണേ എന്ന് ആത്മാർത്ഥമായി പറയുന്നു.
ആ ദുആ ചെയ്യുമ്പോൾ മനസ്സിലുണ്ടായിരുന്നു, എന്തായാലും ഇനി ഞാൻ പ്രസംഗിക്കാൻ പോണെങ്കിൽ ഇതിൽ എന്റെ കാലുവേദന മാറിയിട്ടില്ല പടച്ചോനെ, ഇനി ഞാൻ ഒരു വേദിയിലും പോകില്ല. കാരണം എനിക്ക് ഉറപ്പിക്കാലോ എന്റെ ഹൃദയത്തിന് ഞാൻ പറയുന്നത് അള്ളാഹു സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ തുടക്കത്തിൽ ഞാൻ ഹബീബായ പൊന്നിപ്പൂമാൻ മുത്തു മുഹമ്മദ് മുസ്തഫ ഞങ്ങളുടെ പേരിൽ ബൈത്ത് എല്ലിരി തുടങ്ങിയത്. ആ ബൈത്താണ് സാക്ഷി. ഞാൻ പറയുന്നത് സത്യമാണ്, ഒരു കളവും ഇവിടെ വെച്ച് പറയാൻ പോകുന്നില്ല. അങ്ങനെ നേരം വെളുത്തു, സുബഹിസ്കാരം കഴിഞ്ഞു, കൈമഞ്ചേരിത്താണ് നിസ്കരിച്ചത്. ശേഷം 10ാം ക്ലാസ്സിൽ ക്ലാസ് എടുത്തു. 7:30 മണിക്ക് കുട്ടികൾ പോയപ്പോൾ ഞാനൊന്ന് ക്ലാസ്സിൽ നിന്ന് നല്ല എണീച്ചെന്ന് കാലൊന്ന് അമർത്തി നോക്കി. വലിയ കുഴപ്പമില്ല, നല്ല ആരോടും പറഞ്ഞില്ല. മുക്രസാക്ക് ഭയങ്കര എതിർപ്പാണ് എന്നോട് പോകരുതെന്ന് പറഞ്ഞിട്ട്. സമസ്തക്കാരൻ തന്നെയാണ്, പക്ഷെ മൂപ്പർക്ക് ബുദ്ധിമുട്ടാ. എനിക്ക് കൂടുതൽ വിഷമമായ നാട്ടിൽ പോകേണ്ടി വരും, പിന്നെ മൂപ്പറിനെ നോക്കേണ്ടി വരും. അതുകൊണ്ടാണ്. ഏതായാലും സ്നേഹമുണ്ട്, അത് നമ്മളല്ല. ഏതായാലും ഞാൻ പറയാതെ നല്ല റൂമിലേക്ക് പോയി. റൂമൊന്ന് തുള്ളി നോക്കി. ചെറുങ്ങനെ പേടിയുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് മനസ്സിലായി. ഞാൻ കെട്ടി കഴിച്ചു കളഞ്ഞു. എന്നിട്ട് കുളിറൂം പോയിട്ട് നല്ലോണം ഉരച്ച് കഴുകി. പക്ഷെ കുറച്ച് കളറവിടെ ബാക്കിയുണ്ടായിരുന്നു. കാരണം അങ്ങനെ പെട്ടെന്ന് പോകില്ലല്ലോ. ഏതായാലും പോകാൻ തീരുമാനിച്ചു. അന്ന് 11 മണിക്ക് ചേളാരിക്കടുത്ത് കടക്കാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലമാണ്. കടക്കാട്ടുപാറയിൽ KT മുഹമ്മദ് ബാക്കവിയാണ് അടുത്ത മഹല്ല് പ്രസിഡന്റ്. ആ മഹലിൽ നിന്നും ഞാൻ ആ കാറ് ഓടിച്ചു തന്നെ പോയി. 7 മണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ 7 മണിയോടുകൂടി, ഏകദേശം 7-7:30 മണിയോടുകൂടി, അതിനിടയ്ക്ക് കുറെ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്, മൊത്തം യാത്ര പറഞ്ഞത്. അങ്ങനെ ഞാൻ വടകലിലെത്തുകയും 1.5 മണിക്കൂർ നിന്ന് പ്രസംഗിക്കുകയും അതിനുശേഷം തിരിച്ച് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത്, വേറെ ആരും കൂട്ടിയിട്ടില്ല. എനിക്ക് ഉറപ്പിക്കണം എന്റെ ഹൃദയത്തിന്. ആ ഉറപ്പെനിക്കുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അള്ളാഹു പൊരുത്തപ്പെട്ടതാണ്. അവന്റെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു നിങ്ങൾ പൊരുത്തപ്പെട്ട കാര്യമാണ് പറയുന്നത് എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾ ആര് വിശ്വസിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്താ ഇവരുടെ പൊള്ളത്തരം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് ഏറ്റവും കൂടുതൽ കളവ് പറയുന്ന പ്രസ്ഥാനം കളവേ പറയുള്ളൂ. ശൈഖുനാനെ പറ്റി, എന്റെ ഉസ്താദിനെ പറ്റി എന്തെല്ലാം കറാമത്തുകളായിരുന്നു നടക്കുന്നത്. മഹാന്മാരെ അവരുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസമുണ്ട്, ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ജീവിതകാലത്ത് എങ്ങനെയാണ് കണ്ടത് അതുപോലെ തന്നെ മരിച്ചേശം കാണുള്ളൂ. ജീവിക്കുമ്പോൾ തമ്മാടിയായ മനുഷ്യൻ മരിച്ചാൽ നമ്മൾ അതിനെ മുത്തക്കിയാക്കൂല. അങ്ങനെ ഒരു പരിപാടി സമസ്തക്കില്ല, വേറൊരു പ്രസ്ഥാനത്തിനില്ല, ഒരു പ്രസ്ഥാനത്തിനില്ല. ജീവിച്ചിരിക്കുമ്പോൾ പച്ച തമ്മാടി. ഇപ്പൊ ഇവിടെ ഒരാൾ എന്റെ അതേ ബിരുദമുള്ള ഒരാൾ വന്ന് പ്രസംഗിച്ചത് പാണക്കാട് കുടുംബത്തെ വളരെ മോശമായി സംസാരിച്ചു. അതൊരു അത്ഭുതമല്ല. ഇപ്പം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തുമാറാകട്ടെ, അവരോടൊപ്പം നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് വിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പം തങ്ങളെപ്പറ്റി എന്താ പറയാ, ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാവണമെന്ന് ആഗ്രഹിച്ച നിഷ്കളങ്ക തങ്ങളാണ്. ഉസ്താദിനെ ഇത്രമാത്രം സ്നേഹിച്ച പാണക്കാട് കുടുംബത്തിലെ മറ്റൊരു തങ്ങളും ഇല്ല. ഹുസൈൻ ആറ്റക്കോയ തങ്ങളടക്കം ഇല്ല. ഉസ്താനാണെന്ന് മനസ്സിലായല്ലോ. എന്റെ ഉസ്താനെ ഇത്രമാത്രം സ്നേഹിച്ച, മർക്കസിനൊക്കെ ഇത്രമാത്രം സ്നേഹിച്ച മറ്റൊരു തങ്ങളും ലോക ചരിത്രത്തിൽ തന്നെ ഇല്ല, അവരുടെ കൂട്ടത്തിലും ഇല്ല. ഞങ്ങൾ തങ്ങളാണ്, നിങ്ങൾക്കെതിരാണ്. എന്നാൽ 2003 പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരെന്തായിരുന്നു? സോണിയ തങ്ങൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സോണിയ തങ്ങൾ? എന്തുകൊണ്ടറിയോ? കോഴിക്കോട് കടപ്പുറത്തെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ് കോഴിക്കോട് 2003 സോണിയാഗാന്ധി പങ്കെടുത്തപ്പോൾ സോണിയാഗാന്ധി തൊട്ടടുത്തിരുന്നത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാ. അതുകൊണ്ട് തങ്ങൾക്ക് കിട്ടി സോണിയ തങ്ങൾ. 40 മഹല്ലൊക്കെ കാതിയായി നിൽക്കുന്ന അങ്ങനെ ഒരു പെണ്ണിന്റെ കൂടെ അടുത്തിരിക്കുക, അതുകൊണ്ട് സോണിയ തങ്ങളായി. എന്റെ ഉസ്താദ് പിന്നെ പെണ്ണുങ്ങളെ കൂടെ ഇരിക്കാറില്ല, നിൽക്കാറേ ഉള്ളൂ. വല്ല കാരണവശാൽ ഇരിക്കാറില്ല, അവരെ ബഹുമാനിച്ച് ഒന്നിച്ച് നിൽക്കാറേ ഉള്ളൂ, ഇരിക്കുന്ന പരിപാടിയില്ല. ഏതായാലും തങ്ങൾ അവിടെ ഇരുന്നു, അതുകൊണ്ട് സോണിയ തങ്ങളായി. അതൊരു കാലഘട്ടം. മറ്റൊരു സമയത്ത് പാലക്കാട് സൈനമലി ശാങ്ങളെ വീട്ടിലേക്ക് ഒരു തുളസി എന്ന് പറയുന്ന ഒരു പെണ്ണ് വന്നു. പാലക്കാട് ഒറ്റപ്പാലത്ത് ഓർമ്മ, എന്നാൽ പാലക്കാട് ജില്ലയിൽ മത്സരിക്കുന്ന ഒരു പെണ്ണ് അവിടെ വന്നു. പെണ്ണ് വന്നപ്പം ആശീർവാദം കൊടുത്തു. ഇങ്ങനെയാണല്ലോ ആശീർവാദം കൊടുക്കൽ പൊതുവെ, മഹാന്മാരത്ത് വന്ന് അങ്ങനെയുള്ളൂ. അപ്പൊ തങ്ങൾ തുളസീന്റെ മോൾ കൈവച്ചു, തങ്ങൾ കമ്മാടിയായി എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേയറ്റം നികൃഷ്ടജീവിയായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങള് വഫാത്തായപ്പം ആദ്യമായി സ്ഥാപനമടിസ്ഥാനത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തിയത് മർക്കദ് സഖാഫത്ത് സുന്നിയാണ്. വഫാത്താകുന്നത് വരെ പച്ച തമ്മാടി. പക്ഷെ വഫാത്തായപ്പോ ആത്മീയ ലോകത്ത് വിരാജിക്കുന്ന പൊൻ നക്ഷത്രം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്.
ഇങ്ങനെയാണ് എല്ലാവരും. കാളമ്പാട് ഉസ്താദ് കാള എന്ന് പറഞ്ഞു, വഫാത്തായപ്പോഴോ സമസ്തയിൽ ഐക്യം ആഗ്രഹിച്ച സമുന്നതനായ നേതാവ് കാളമ്പാടി കാന്തപുരം. ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോ ശംസുൽ ഉലമ ജീവിച്ചിരിക്കുമ്പോ ആരാ? ഇനി ശംസുൽ ഉലമ കണ്ണുദുസ്താൻ ആരാ അവർ പരിചയം? നിങ്ങൾ കേവലം വിചാരിക്കുന്ന പോലെയല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇസ്തഹവദ അലൈഹിമുശ് ശൈത്താനു ഫഅൻസാഹും ദിക്റല്ലാഹ്. ഇസ്തഹവദ അലൈഹിമുശ് ശൈത്താനു ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ അലാ ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. ഇസ്തഹവദ അലൈഹിമുശ് ശൈത്താനോ, ശൈത്താൻ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. ആരുടെ മേൽ? ആരുടെ മേൽ? ആരുടെ മേൽ പറയ്. ഇസ്തഹവദ അലൈഹിമുശ് ശൈത്താനോ, ശൈത്താൻ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ മഹാനായ കണ്ണീത്ത് ഉസ്താദ്, ശംസുൽ ഉലമാഇ തുടങ്ങിയ 34 പണ്ഡിതന്മാരുടെ മേൽ, അതായത് പുറത്താക്കപ്പെടുകയോ പുറത്തു വരികയോ ചെയ്ത 6 പേരൊഴികെയുള്ള 34 പണ്ഡിതന്മാരുടെ മേലും ഇസ്തഹവദ അലൈഹിമുശ് ശൈത്താനോ, ശൈത്താൻ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെ ഫഅൻസാഹും ദിക്റല്ലാഹ്, അവർ അല്ലാഹനെ ഓർക്കുന്നത് മറന്നുപോയി. ഉലൈക ഹിസ്ബുശ് ശൈത്താൻ, അവർ ഇബ്ലീസിന്റെ കക്ഷിയാകുന്നു. ഷോർട്ട് കട്ട് എന്താണ്? ഇബ്ലീസിന്റെ കക്ഷിയാകുന്നു. ഷോർട്ട് കട്ട് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ, അവർ ഇബ്ലീസിന്റെ കക്ഷിയാകുന്നു. അലാ അറിയണം, ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ, ഇബ്ലീസിന്റെ കക്ഷികൾ അഥവാ ഈക്കയെ അംഗീകരിക്കുന്നവരും പരാജിതരാകുന്നു, അവർ നരകത്തിന്റെ ആളുകളാകുന്നു എന്നാണ് എന്റെ ഉസ്താദിന്റെ അനുയായികൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. നിങ്ങൾ മുമ്പിലെത്തുമ്പോൾ പറയും, അല്ലോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഞങ്ങളെ സ്വന്തം ആളാണ് കേട്ടോ, ശംസുൽ ഉലമ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ വേറെ ആരും സ്നേഹിച്ചിട്ടില്ല, ഞങ്ങൾക്ക് എല്ലാ ആശീർവാദവും തന്നിരുന്നു. കണ്ണീത്ത് ഉസ്താദാണെങ്കിലോ നിങ്ങൾ എന്നെ ശരി, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബും അതേപോലെ പാണക്കാട് സയ്യിദ് ഹൈദരലി ഷാദങ്ങളും പറയാണ്, ഇന്നിപ്പോ അവരെ ബേക്കിലും മറ്റൊരു ജാഥണ്ട്, ഞാനത് പറയല്ല, ലീഗിൽ നിന്ന് പിളർന്നുപോയൊരു ടീം, കുറച്ചു പോയൊരു ടീമുണ്ട്, അവരുടെ നേതാവിനെ പറ്റി പറയാണ്, ഞങ്ങളെല്ലാ ആശീർവാദം നിങ്ങൾക്കുണ്ട് എന്ന് അവർ പ്രസംഗിച്ചാൽ ആരെ പറ്റിയിട്ട്? ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബും അതേപോലെ ഇനി വേണ്ട, ഇനിയിപ്പോ അത് ഞാൻ പറഞ്ഞു വേണ്ട, കോൺഗ്രസ് നിന്ന് പിരിഞ്ഞുപോയ പല പാർട്ടിയുണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് സോണിയാഗാന്ധിയുടെയും അതേപോലെ അനുഗ്രഹം ഞങ്ങൾക്കാണെന്ന് പിരിഞ്ഞുപോയ ആൾക്കാർ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? ശംസുൽ ഉലമ സെക്രട്ടറി, കണ്ണീത്ത് ഉസ്താദ് പ്രസിഡന്റ്. ശംസുൽ ഉലമയും കണ്ണീത്ത് ഉസ്താദും പ്രസിഡന്റും സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് കണ്ണീത്ത് ഉസ്താദിന്റെ ശിഷ്യൻ ശംസുൽ ഉലമ. നമ്മൾ ഓരോരുത്തരും ന്യായം മനസ്സിലാക്കണം, ന്യായമാണ് പ്രധാനം. ശംസുൽ ഉലമയുടെ കണ്ണീത്ത് ഉസ്താദിന്റെ നേരെ ശിഷ്യൻ ശംസുൽ ഉലമ. ശംസുൽ ഉലമായി തങ്ങളുടെ ശിഷ്യൻ കെ ഹസ്രത്ത്. കെ ഹസ്രത്തും ഓക്കെ ഉസ്താദും ഓക്കെ ഉസ്താദിനെ പറ്റി മറ്റൊരു കഥ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. കെ ഹസ്രത്തും ഓക്കെ ഉസ്താദുമാണ് ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരാണ്. ഈ കെ ഹസ്രത്തിന്റെ അടുത്തും ഓക്കെ ഉസ്താദിന്റെ അടുത്തും പഠിച്ച ആളാണ് എന്റെ ഉസ്താദ്. എന്റെ ഉസ്താദ് ഏതോ ഒരു അമുസ്ലിമായ ഒരു വക്കീല് ഒരു സംഘടന ഉണ്ടാക്കുന്നു വന്നപ്പോൾ അത് സംഘടന ഉണ്ടാക്കുമ്പോൾ അതേ പേരുള്ള സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നത് ഉസ്താദിന്റെ ഉസ്താദ്. ശരിക്കും മനസ്സിലായിക്കോളൂ. ഇന്ന് നാസർ സഖാഫി പ്രസംഗിക്കുന്നത് സ്വന്തം ഉസ്താദിനെതിരെ. അതുകൊണ്ട് നാസർ സഖാഫിക്ക് ഉരുത്തക്കേടാണ്, സ്വർഗത്തും പുറത്താണ്, നരകത്തിലേക്ക് പോകുന്ന ആളാണ്. അള്ളാഹുത്തെ നരകത്തോട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറപ്പായ ഒരു സ്ഥലത്താണ് ഇപ്പിങ്ങ് പോകുന്നത്, ഇപ്പൊ സംശയത്തിലുള്ളത്. അള്ളാഹു സ്വീകരിച്ചാൽ അള്ളാഹുവിന്റെ മഹളു ഫضل കൊണ്ട്, നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ബർക്കത്ത് കൊണ്ടല്ല. അവര് നേരത്തെ സ്വർഗത്തിലേക്ക് റിസർവഡാണ്. ബക്കറിം വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാന ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈറിൻ തൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബനി ഔഫിൻ ആശിരിൽ കറമി. സ്വർഗം കൊണ്ട് സന്തോഷവത്താറിയിക്കപ്പെട്ട സഹാബികൾ 10 ആളുകളാണ്. 1,00,000-ലധികം സഹാബികളുണ്ട്. എല്ലാവരും സ്വർഗത്തിൽ പോകുന്നവരാണെന്ന് കാര്യത്തിൽ നമുക്കൊരു വിശ്വാസത്തിൽ ഒരു കുറവില്ലല്ലോ. പക്ഷെ അതിൽ 10 ആളുകളാണ് സ്വർഗം കൊണ്ട് ഉറപ്പായിട്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടത്. എന്നിട്ട് പോലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു കബർ കാണുന്ന കരിയും
ഞാനൊരു മണ്ണായി ഒരു പക്ഷിയായി പോയിരുന്നെങ്കിൽ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. എന്നിട്ട് അവർക്ക് പേടിയായിരുന്നു. എന്നാൽ ലോക ചരിത്രത്തിൽ ആദ്യമായി സ്വർഗത്തിലേക്ക് നേരത്തെ റിസർവേഡ് ചെയ്യപ്പെട്ട വിഭാഗമാണ് എന്റെ ഉസ്താദും കൂട്ടരും. അവർ സ്വർഗത്ത് പോകുന്നത് ഒരു സംശയമില്ല, അവർ സ്വർഗത്തിലേക്കാണ്. പേര് പറയുന്നില്ല. പണ്ടൊരാൾ പറഞ്ഞിരുന്നു, ഞാൻ സ്വർഗത്ത് പോയി ഒരു ദിനേശി പീഡിക്ക് ബിൽറ്റിങ്ങിനെ കുത്തിരിക്കുമ്പോൾ വരും ഇയാള്. അപ്പോൾ ചോദിക്കും എന്തേ, അപ്പോൾ ചോദിക്കും പിന്നെ എന്താണ്, എന്താ സുഖം തന്നെയല്ലേ, നിങ്ങളൊക്കെ എങ്ങനെ നേരത്തെ വന്നത് സ്വർഗത്തിലേക്ക്? നിങ്ങൾ നേരത്തെ എത്തിയല്ലോ എന്ന് പറയുന്നു. പറഞ്ഞെങ്കിൽ ആര് ഒരാൾ അതിനാട്ടെ, നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളെ നാട്ടുകാരൻ തന്നെയാണ്, നിങ്ങളെ മണ്ഡലത്തൊക്കെ ചുറ്റുപാടത്തുള്ള ആളാണ്, അത് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളെ, ഞാനിലേക്ക് കിടക്കുന്നില്ല. ഏതായാലും സ്വർഗത്തിലേക്ക് റിസർവ് ചെയ്യപ്പെട്ട സ്ഥാനത്താണ് ഇപ്പൊ നമ്മൾ രണ്ടിന്റെ ഇടക്ക് ശക്കിന്റെ യക്കീന്റെ ഇടക്കള. അതെ, ശക്കിന്റെ യക്കീന്റെ ഇടക്കാ ഉള്ളത്. പ്രതീക്ഷയുണ്ട്, ഭയവും ഉണ്ട്. ഏതായാലും പറഞ്ഞു വരുന്നത് ഈ ഒരു സാഹചര്യം മഹാനായ ശംസുൽ ഉലമായി തങ്ങൾ സെക്രട്ടറി ആവുമ്പോൾ ആ സ്ഥാനത്തെ ശിഷ്യന്റെ ശിഷ്യനാണ് സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്നത്. എന്നിട്ട് പറയാ, ഞങ്ങള് കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. ന്യായം പറയുമ്പോൾ ന്യായീകരിക്കണം. നാസർ സഖാഫി ഉസ്താദിന്റെ എതിരായിട്ട് ഒരു വേദിയിൽ സംസാരിച്ചാൽ കുരുത്തക്കേടും നരകത്തിലും പോകുന്ന ആളാണെങ്കിൽ, എന്റെ ഉസ്താദായ കാന്തപുരം ഉസ്താദ് ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു. ആ പ്രസ്ഥാനത്തിന്റെ പേര് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നിട്ടു. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഞാനാണെന്ന് പറഞ്ഞ് ആ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം എതിർത്തത് സ്വന്തം ഉസ്താദിനെയും ഉസ്താദിന്റെ ഉസ്താദിനെയുമാണ്. 3 ഉസ്താദന്മാരെ അടക്കി 3 ആളാണ് സമസ്തയിലുള്ളത്. കെ ഹസ്രത്തും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും 3 ആളെ എതിർത്തു. അതിന്റെ പ്രസിഡന്റായിരുന്ന ആള് അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ, ഖബറിലെ എന്തെങ്കിലും ശിക്ഷ ഉണ്ടെങ്കിൽ അള്ളാഹു തആല ഒഴിവാക്കി കൊടുക്കുമാറാകട്ടെ. വലിയാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ ഉസ്താദാണ് പ്രസിഡന്റ്. ഇവർ 2 പേരുണ്ടാവുമ്പോൾ പുതിയ ഒരു പാർട്ടി രൂപീകരിച്ചു പോയ ആളുകൾ അവരോട് മാപ്പ് പറയാത്ത കാലത്തോളം, അത് പിരിച്ചുവിട്ട് അവരുടെ കാൽക്കീഴിലേക്ക് പോകാത്ത കാലത്തോളം അവർക്ക് ആശീർവാദം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാ ആലോചിക്കണം. പണ്ട് പടിഞ്ഞാറത്തറയിൽ വെച്ചിട്ട്, പടിഞ്ഞാറത്തറ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് എന്റെ ഉസ്താദ് ഉസ്മാൻ ഹസനി എന്നോട് പറഞ്ഞു, നാസറെ, എന്നെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, നാസറെ, ഞാൻ സലാം പറഞ്ഞ് കൈപിടിച്ച പറഞ്ഞു, നാസറെ നീ എന്നെ എന്തെങ്കിലും പറഞ്ഞോ, നീ ഉസ്താദിനെ കുറ്റം പറയരുത്. കാരണം എന്താ അറിയോ? ഉസ്താദ് സ്വർഗത്ത് പോകുന്ന ആളാണ്. എന്താ ഉസ്താദ് സ്വർഗത്ത് പോകാൻ വന്ന കാരണം? ഉസ്താദ് സ്വർഗത്ത് പോകാൻ കാരണം ഉസ്താദ് ബഹുമാനപ്പെട്ട സയ്യിദ് മുസ്ലിയാർ ഉസ്താദുൽ അസാത്തീദ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഉസ്താദ്. ഉസ്താദ് എത്ര ശിഷ്യന്മാരുണ്ടെങ്കിലും അത് ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരാണ്. കാരണം ഉസ്താദിന്റെ ഉസ്താദ് ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമയും മുട്ടാത്ത ഇവർക്ക് ആർക്കൊന്നും പറയാൻ പറ്റൂല. ഏതായാലും പറഞ്ഞു വരുന്നത്, ഉസ്താദ് ആരുടെയെങ്കിലും തലയിൽ കൈവച്ചിട്ട്, ഇങ്ങനെ തലയിൽ കൈവച്ച് ആശീർവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വെക്കപ്പെട്ട വ്യക്തി സ്വർഗത്തിൽ പോകുന്ന ആളാണ്. സ്വർഗത്ത് പോകുന്ന ആളെ തലയിൽ മാത്രമേ ഉസ്താദ് തലയിൽ ഇങ്ങനെ കൈവെക്കുള്ളൂ. ഉസ്താദ് കൈ ഇങ്ങനെ വെക്കണമെങ്കിൽ സ്വർഗത്ത് പോകുന്ന ആൾക്കാർ തലയിലേ വെക്കുള്ളൂ, എല്ലാവരുടെ തലയിലും കൈവെക്കാറില്ല. അതുകൊണ്ട് ഞാൻ കണ്ട ഒരേ ഒരു വ്യക്തി AP ഉസ്താദാണ്. AP ഉസ്താദിന്റെ തലയിൽ ഉസ്താദ് കൈവച്ചിട്ടുണ്ട്. അതുകൊണ്ട് AP ഉസ്താദ് സ്വർഗത്ത് പോകുന്ന ആളാണ്. അങ്ങനെയുള്ള ഉസ്താദിന്റെ മോനെ നീ സംസാരിക്കരുത്. പറഞ്ഞ മനസ്സിലായല്ലോ? ന്യായം എല്ലാവരും ഓർത്തു വെക്കണേ. ഈ ന്യായം എല്ലാ സ്ഥലത്തും വേണം. ശരിക്കും പോയിന്റ് എന്താണ്? ഉസ്താദ് ആരുടെയെങ്കിലും തലയിൽ കൈവച്ച് മന്ദിരിച്ചിട്ടുണ്ടെങ്കിൽ ആ മന്ദിരിക്കപ്പെട്ട വ്യക്തി സ്വർഗത്തിൽ പോകുന്ന ആളാണ്, ഒരു സംശയമില്ല. ഇതാണ് എന്റെ ഉസ്താദിന്റെ വിശ്വാസം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഒക്കെ എനിക്ക് അവിടെ പറയാൻ ഒരു സാഹചര്യം. ഞാൻ പറഞ്ഞു, ഉസ്താദെ ഓർമ്മ ഉണ്ടോ? എന്താണ്? 1997 കോഴിക്കോട് ജില്ലയിലെ വെളിമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് ഉസ്താദിന്റെ ദർശനം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അന്നത്തെ റബീഉൽ ആഖിറിലെ 3-ാമത്തെ ആഴ്ച കടലുണ്ടിയില് ബുഖാരി തങ്ങളുടെ കടലുണ്ടി ഒരു നേർച്ച ഉണ്ട്, റാത്തീവ് നേർച്ച. ആ നേർച്ചക്ക് പോകാൻ വേണ്ടി നമ്മൾ നേരത്തെ പോയപ്പോ ഞങ്ങളെയും കൂട്ടി ഉസ്താദ് ഉസ്താദിന്റെ വീട്ടിൽ പോയല്ലോ. 11 കുട്ടികളുണ്ടായിരുന്നു ഞങ്ങൾ. അന്ന് ഉസ്താദിന്റെ വീട്ടിൽ പോയിട്ട് പലരും ഉസ്താദിനെ കൈപിടിച്ച് മുത്തിയപ്പോ ഞാൻ ഉസ്താദിനോട് സ്വകാര്യമായിട്ട് പോയിട്ട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടൊന്ന് മന്ദിരിച്ചു തരണം. അന്ന് എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ആ ഉസ്താദിന്റെ ദർശനത്തിൽ 11 കുട്ടികളുടെ കൂട്ടത്തിൽ എന്നോട് മാത്രം അവിടെ ഇരിക്കാൻ പറയുകയും എന്റെ തലയിൽ കൈവച്ചിട്ട് ഉസ്താദ് മന്ദിരിച്ചു തന്നിരുന്നല്ലോ, അത് ഉസ്താദ് കണ്ടതല്ലേ? അപ്പോ ഞാൻ ആരാണ്?
ഇനി ഞാനാരാണ്? നിങ്ങൾ പറയും. സ്വർഗത്ത് പോകുന്ന ആളാണ്. അപ്പൊ ഒരു സ്വർഗത്ത് പോകുന്ന ആളും മറ്റേ സ്വർഗത്ത് പോകുന്ന ആളെ കുറ്റം പറയും. സ്വർഗത്ത് പോകുന്ന വിഷയത്തിൽ ഇപ്പൊ ഞാനും എ പിയും ദോനം ഏക്കി ഹെ സമാൻ. ഉസ്മാനാസിൽ ഇനി ജീവിച്ചിരിപ്പുണ്ട്. എന്റെ ഏതായാലും പ്രസംഗം റെക്കോർഡ് ചെയ്യപ്പെടുമല്ലോ. അവൻ പറഞ്ഞു വരും. അപ്പോ എന്നോട് പറഞ്ഞു, നീ എല്ലാത്തിനും ഒരു ക്രോസ് പറയാനാണ്, എന്നോടൊന്നും പറഞ്ഞ കാര്യമില്ല, നീ എന്റെ വഴിക്ക് പോയിക്കോന്ന് പറഞ്ഞു. ഇതാ പറയേണ്ടത്. ന്യായം പറയുമ്പോൾ എന്റെ ആ ന്യായത്തിൽ പറ്റാത്തത് എ പി ഉസ്താദിന്റെ തലയിൽ ഓക്കെ ഉസ്താദ് കൈവച്ചത് കൊണ്ട് എ പി ഉസ്താദ് സ്വർഗത്തിലാണ്. നാസർ സക്കാഫിയുടെ തലയിൽ കൈവച്ചപ്പോ നാസർ സക്കാഫി നരകത്തിലേക്കും പോകുന്ന ആളാണ്. ഇതെന്ത് മറിമായം? ന്യായമില്ല. നാസർ സക്കാഫി ഉസ്താദിനെതിരെ സംസാരിച്ച അത് കുരുത്തക്കേടാണ്, തെറ്റാണ്, പറയാൻ പാടില്ല. അതേ സമയത്ത് സ്വന്തം ഉസ്താദിനെയും ഉസ്താദിന്റെ ഉസ്താദിനെയും മൂന്നാളിൽ ഒന്നിച്ച് എതിർത്തു മാത്രമല്ല, അവർക്കെതിരെ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു, അവരിരുന്ന സ്ഥാനത്തിരുന്നു, അവരെ കേസ് കൊടുപ്പിച്ചു, അവരെ ബുദ്ധിമുട്ടിച്ചു, അവരെ പറ്റി വളരെ മോശമായി ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിച്ചു, എല്ലാവിധ കുറ്റം ചെയ്തിട്ടും മൂപ്പർ ഇന്ന് സുൽത്താൻ ഉലമയാണ്, ഖമറുൽ ഉലമയാണ്. പിന്നെയോ എന്തെല്ലാം പേരുകളാണ് ഇങ്ങനെ കൊടുക്കാൻ, എനിക്ക് ചിരിയാ വരിക. ഞാൻ പറയുന്നില്ല, ഇത് കേൾക്കുമ്പോൾ ചിരി വരും. എന്റെ മഹല്ല് ഖത്തീബ് ഇന്നലെ രാത്രി ഒരു റാത്തീബ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ, മഹജർ റാത്തീബ്. ആ റാത്തീബിന്റെ മുമ്പ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മഹലിന്റെ ഖത്തീബ് ഒരു വീട്ടിൽ, ഞാനും ഖത്തീബും സദറുസ്താം കൂടി വീട്ടിൽ പോയപ്പോ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് എന്തോ പറഞ്ഞു നാസർ സക്കാഫി ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നതോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് വീട്ടുകാരൻ പറഞ്ഞപ്പോ ഉടനെ ഖത്തീബ് ഉസ്താദ് പറഞ്ഞു, ഞാൻ 100% യോജിക്കുന്നു, ഞാൻ സക്കാഫി ഇങ്ങനെയൊന്നല്ല പറയേണ്ടത്, ഇതിനൊക്കെ അപ്പുറം പറയണമെന്നാ. കാരണം ഇയാളെ ശരിക്കും മനസ്സിലാക്കി ഞാനും മനസ്സിലാക്കി. കാരണം മൂപ്പർ ഉള്ളാളത്തെ മദനിക്കുളന്ന് ബിരുദെടുത്തതാണ്, മദനിയാണ്. 20 കൊല്ലം ആ മഹലിൽ ജോലി ചെയ്യുന്നു, മദനിയാണ്, വേറെ പൈസയൊന്നുമല്ല. അപ്പൊ എനിക്കറിയാം രണ്ടാളെ എന്ന് അയാൾ പറഞ്ഞു. എനിക്ക് ഒരാളെ പറ്റി അറിയുള്ളൂ, എനിക്ക് രണ്ടാളെ പറ്റി അറിയില്ല, ഒരാളെ പറ്റി എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണല്ലോ സമസ്തയുടെ പേരിൽ കയറി വന്നത്. പറഞ്ഞു വരുന്ന സൂറത്തുൽ മുജാദിലയിലെ ഈ ആയത്തോതിയിട്ടാണ് മഹാനായ കണ്യതുസ്താദ് നരകത്തിലേക്ക് പോകുന്ന ആളാണ്, ശംസുൽ ഉലമ നരകത്തിൽ പോകുന്ന ആളുകളാണ്, അവരെ കൂടെയുള്ള 32 പണ്ഡിതന്മാരും നരകത്തിൽ പോകുന്നവരാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ പിന്തുടരരുത്. കാരണം അവർ അപ്പൊ ചില ആളുകൾ ചോദിക്കുമ്പോൾ നേരത്തെ വന്നതല്ലേ, 1957 സമസ്തയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മഹാനായ ശംസുൽ ഉലമായി തങ്ങൾ വരുന്നത്. തങ്ങൾ 1926 സമസ്ത രൂപീകരിക്കുമ്പോൾ അതിന്റെ പ്രഥമ മെമ്പറാണ്, 26ാം മെമ്പറാണ് കണ്ണിയത്ത് ഉസ്താദ്. ഈ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും തുടക്കത്തിൽ സമസ്തയിലുണ്ടായിരുന്നവല്ലേ, അവരെങ്ങനെയാ നരകത്ത് പോവുക? ആദ്യം അവരല്ലേ സമസ്തയിൽ വന്നത്. 1974 കാന്തപുരം ഉസ്താദ് സമസ്തയിലേക്ക് വന്നത്. പിന്നീട് വന്ന ആള് സ്വർഗത്തിലും ആദ്യം വന്നൊരു നരകത്തിനെങ്ങനെയാ പോകുന്നത്? അതിന് സംശയിക്കണ്ട. കാരണം ഈ ആയത്ത് സൂറത്തുൽ മുജാദിൽ പറഞ്ഞത് ആദ്യമാണ്. എന്ന് 19ാമത്തെ ആയത്താണ് പറഞ്ഞത്. അതിനുശേഷം 22ാമത്തെ ആയത്താണ് എന്തെല്ലാ തജിദു ഖൗമുഹും യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന വഅയ്യദഹും ബിറൂഹിൻ മിൻഹു വയുദ്ഖിലുഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹിൽ അൻഹാർ ഖാലിദീന ഫീഹാ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. സൂറത്തുൽ മുജാദിലയിൽ എ പി ഉസ്താദിനെ പറ്റി പരാമർശിച്ച ആയത്താണിത്. അല്ലാഹു തആല കൊണ്ട് ഒരു ഹദീസ് ഇറങ്ങിയിരുന്നു. ഒരു കളവ്, ഇതിനിടയ്ക്കൊരു കളവ് കേട്ടാണ് ഞാൻ വിഷയത്തിൽ മാറി ഒന്ന് സൂചിപ്പിക്കണം. ഇതും പോയണ്ടെങ്കിൽ ഒരു കളവ് പറയണ്ടെന്ന് പറഞ്ഞല്ലോ, അതിലൊരു കളവ് സമസ്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒന്നും കൂടി നിങ്ങൾ മനസ്സിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. സമസ്തയിലെ ഒരു പ്രമുഖനായ ഒരു പണ്ഡിതൻ, ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അതിയായ മഹബത്തുള്ള വ്യക്തി, എപ്പോഴും റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണുന്ന ഒരു പണ്ഡിതനാണ്. വലിയ പവറുള്ള വ്യക്തിയാണല്ലോ ആ പണ്ഡിതൻ, പ്രമുഖനാണ്. എന്നാൽ അദ്ദേഹത്തിന് എ പിയോട് എന്തോ ഒരു നീരസം, ഏതായാലും അതിരില്ല. ഇപ്പുറത്താളുള്ളത് ശരിക്കും പറഞ്ഞാൽ മൂരിയാണ്. റസൂലുള്ളാഹിനെ സ്വപ്നം കാണുന്ന പണ്ഡിതന്റെ പേരെന്താണ്?
മൂരിയാണ്. മൂരി എന്നാണ്, നിങ്ങളൊക്കെ മൂരിയാണ്, ഞാനും മൂരിയാണ്. മൂരി എന്ന് പറഞ്ഞാൽ കൊമ്പുള്ള സാധനം, 4 കാലിൽ നടക്കുന്ന സാധനം, അതാണ് മൂരി. പണ്ട് ചെറുശ്ശേരി ഉസ്താദിനെ തന്നെ കൂട്ടിക്കൊണ്ടു പോയിരുന്നു മുസ്തഫ ഫൈസൽ ഉസ്താദ്. മാട്ടൂല് 2010-ലോ 11-ലോ ഏതായാലും കൊണ്ടുപോയപ്പോ 2011 കൊണ്ടുപോയപ്പോ എന്നെ മുസ്തഫ ഫൈസൽ ഉസ്താദ് പറഞ്ഞു, പിന്നെ ഇത് നമ്മുടെ നാസർ സക്കാഫിയാണ്, ഇപ്പൊ നമ്മളെ കൂടെ വന്നതാണ്. ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, എടാ നമ്മളെ കൊണ്ട് ഒരു കുറ്റം പറയാതെ. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നവരെ ഒരു വേദിയിലും കയറിയിട്ടില്ല, എന്നാലും നമ്മളൊരു പേര് വിളിക്കാറില്ലേ. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്നാലും ഒരു പേര്, എടാ ഒരു പേര് നീ ഓർത്തോക്കടാ. ഞമ്മറ് മൂരി. എടാ എന്റെ വാപ്പക്ക് മൂരി എന്ന് വിളിച്ചാൽ നീ ഇഷ്ടപ്പെടോ അയച്ചു. എന്റെ വാപ്പക്ക് മൂരി എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടുവോ? അപ്പൊ മൂരി അവര് തെറിയൊന്നും പറയൂല കേട്ടോ, തെറി പറയൂല. തെറി പറയാതെ കേരളത്തിലെ ഒരേ ഒരു മതസംഘടനയിൽപ്പെട്ട ആളുകളാണ്. മൂരി എന്ന് പറയും, അത് തെറിയല്ല, അത് നല്ല പദമാണ്. ഞാൻ നിങ്ങളെ കൂടെ എടാ എന്റെ വാപ്പ മൂരിയിലെന്ന് പറഞ്ഞാൽ ചിലപ്പോ എനിക്ക് കഴിവുണ്ടെങ്കിൽ ഒരൊറ്റ അടി. ഇത് പരസ്യമായിട്ട് പറയും മൂരിയാണ്, നിങ്ങൾ കേട്ടതല്ലേ. ഏതാണ് പറഞ്ഞു വരുന്നത്? എവിടെയായിരുന്നു? മാട്ടോല് ആവശ്യമുണ്ട്. ഏതായാലും ലാ തജിദു ഖൗമൻ യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂല. ലാ തജിദു ഖൗമൻ യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അന്ത്യനാളിലും അല്ലാഹുവിലും വിശ്വസിക്കുന്ന ഒരു ജനതയും എത്തിക്കുകയില്ല. യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂല. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എതിരിടുന്ന ആളുകളോടും അബദ്ധത്തിലായിക്കൊണ്ട് ഒരാളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. വലൗ കാനൂ അബാഅഹും, അവർ സ്വന്തം മാതാപിതാക്കളാണെങ്കിലും ശരി, ഔ അബ്നാഅഹും, മക്കളാണെങ്കിലും ശരി, ഔ ഇഖ്വാനഹും, അവരുടെ സഹോദരന്മാരാണെങ്കിലും ശരി, ഔ അശീറത്തുഹും, ബന്ധുമിത്രാദികളാണെങ്കിലും ശരി, ആരായാലും അല്ലാഹുവിന്റെ റസൂലിനെ എതിർക്കുന്നവരാണെങ്കിൽ അവരോട് മഹബ്ബത്തിലായിട്ട് ഒരു മുഅ്മിനെയും കാണാൻ കഴിയില്ല. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന, അവരുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഈമാൻ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, പ്രത്യേകമായ റൂഹ് കൊണ്ട് അവർ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി, ഓർത്തുവെച്ചു, അവർ സ്വർഗ്ഗത്തിൽ കടക്കുന്നവരാണ്. മിൻ തഹ്തിൽ അൻഹാർ, ആ സ്വർഗത്തിന്റെ താഴ്വാരത്തിലൂടെ അരുവികൾ ഒഴുകുന്നുണ്ട്. ഖാലിദീന ഫീഹാ, അവർ സ്വർഗത്തിൽ ശാശ്വതന്മാരാണ്. റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു അൻഹു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗം ആരാണ്? ഉലൈക ഹിസ്ബുല്ലാഹ്, അവര് അള്ളാന്റെ പാർട്ടിയാകുന്നു. അള്ളാന്റെ പാർട്ടി എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് അതിന്റെ ഷോട്ട് എടുക്കാം. അള്ളാഹു എ, പാർട്ടി പി, അപ്പൊ എ പി. ഉലൈക ഹിസ്ബുല്ലാഹ്, അവർ എ പി ആകുന്നു, എ പിക്കാരാകുന്നു. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അറിയണം, എ പിക്കാർ വിജയികളാകുന്നു. മുമ്പ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാവും. ഉലൈക ഹിസ്ബുല്ലാഹ്, അവർ അള്ളാന്റെ പാർട്ടിയാണ്, എ പിക്കാരാണ്. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. ഇതങ്ങ് കേട്ടപ്പോ മനസ്സിന്റെ ഉള്ളിൽ സന്തോഷമായി. കാരണം എന്തെന്നറിയുമോ? ജനിച്ച ഓർമ്മ വെച്ച നാളെ മുതൽ സംഘടനയിൽ തന്നെയായിരുന്നു. SBSൽ 1992-93 കാലത്ത് ഞാൻ സെക്രട്ടറി ആയിരുന്നു. SBSൽ പിറന്നതിന് കുറച്ചു കാലമായിട്ടേ ഉള്ളൂ. എനിക്കതിൽ കൊണ്ടുണ്ടായ നഷ്ടം എന്താ അറിയോ? 93-ൽ ഞാൻ മദ്രസയിൽ പരീക്ഷ എഴുതി, സമസ്ത കേരള ജമിയത്തുൽ വിദ്യാഭ്യാസ മദ്രസ പരീക്ഷ എഴുതിയത്. 7ാം ക്ലാസ് ഞാൻ വിജയിച്ചു. പക്ഷേ ഞാൻ SSFൽ സജീവമായതുകൊണ്ട്, അതായത് അന്ന് എന്റെ നാട്ടിൽ കുട്ടികളുടെ കൂട്ടത്തിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നല്ലോ ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത്. പടിഞ്ഞാറത്തിന് കുട്ടികളുടെ കൂട്ടത്തിൽ സ്ട്രോങ് ആയിട്ട് ഏകസ്ഥാന കൂടെ നിന്ന ആളാണ് നാസർ. നാസിർ. അതുകൊണ്ട് തന്നെ സമസ്തയുടെ മദ്രസന്ന് 7ാം ക്ലാസ് പരീക്ഷ ജയിച്ചിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നില്ല. അപ്പൊ എന്റെ സ്ട്രോങ് എത്ര ഉണ്ടോ നിങ്ങൾ ആലോചിച്ച്. ഇന്ന് കൊടുക്കാത്ത ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ പറയുന്നു, സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് പരീക്ഷ നടത്തിയിട്ട് AP-കാരനായതിന്റെ പേരിൽ സർട്ടിഫിക്കറ്റ് തരാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രമായിരിക്കും. എനിക്ക് മനസ്സിലാകുന്നത്. ഞാനത് അത്ര സ്ട്രോങ് ആണ്. ഞാൻ പറഞ്ഞ അത്രയിൽ
ഞാൻ ആ സംഘടന സമയത്ത് എന്റെ ഉസ്താദിനെ പറ്റി ഒരക്ഷരം പറയാൻ ഒരാളെയും സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, എന്റെ സ്വന്തം പിതാവ് അബ്ദുസ്സമദ് പൂക്കോടിന്റെ പ്രസംഗം കേട്ടിട്ട് പടിഞ്ഞാറത്തുറ പള്ളിയിൽ വെച്ച്, ടൗൺ പള്ളിയിൽ വെച്ചിട്ട് ഉസ്താദിനെ പറഞ്ഞപ്പോ ഉപ്പാന്റെ മുഖത്ത് നോക്കി ഞാൻ പറയാൻ, എനിക്ക് നിദാനമായ ആയത്ത് എന്റെ ഉസ്താദന്മാർ എനിക്ക് പഠിപ്പിച്ചു തന്ന ആയത്ത് ഈ ആയത്തായിരുന്നു. ഇത് ഹൃദയത്തിലുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥാനത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ്. അതുകൊണ്ട് അന്ന് സഹാബികൾ അള്ളാഹുവിന്റെ റസൂലിനെ ഏത് രൂപത്തിലാണ് പ്രൊട്ടക്ട് ചെയ്തത്, ആ റസൂലിനെ ചീത്ത പറഞ്ഞവരെ സ്വന്തം ഉപ്പ എന്നവർക്ക് നോക്കിയിട്ടില്ല, ഉമ്മയാണെന്ന് നോക്കിയിട്ടില്ല, സഹോദരന്മാരാണെന്ന് നോക്കിയിട്ടില്ല. ആ രൂപത്തിൽ സഹാബികൾ ജീവിച്ചതുപോലെ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതുപോലെ നമ്മൾ ഉസ്താദിനെ സ്നേഹിക്കണം. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ എന്ന് പഠിപ്പിച്ചു തന്ന കാരണത്താൽ എന്റെ ഉപ്പയുടെ മുഖത്ത് നോക്കി പടിഞ്ഞാറിൽ വെച്ച് ഞാൻ പറഞ്ഞു, ഉപ്പ ഇനിയാറ്റം നിങ്ങൾ എന്റെ ഉസ്താദിനെ പറ്റി കമാന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ഉപ്പാന്റെ വായിൽ പല്ലുണ്ടാവൂല. ഞാൻ വെറുതെ പറയല്ല. കഴിഞ്ഞ വ്യാഴാഴ്ച എന്റെ ഉപ്പയെ മുമ്പിലിരുത്തിയിട്ട് ഞാൻ പ്രസംഗിച്ചു. ഉപ്പാനെ ഞാൻ കൊണ്ടുപോയി, ഞാൻ പറയുന്നത് കളവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പയെ ഞാൻ പൂച്ചക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ ഉപ്പയെ സദസ്സിലിരുത്തിയിട്ട് ആ പൂച്ചക്കാടുള്ള കാസർഗോഡ് ജില്ലയിലെ മഹാനായ ശംസുൽ ഉലമായി ദറസ് നടത്തിയ പൂച്ചക്കാട് പ്രദേശത്ത് ശംസുൽ ഉലമായി തങ്ങളുടെ പേരിൽ അനുസ്മരണവും ഓഫീസ് ഉദ്ഘാടനവും അതേപോലെ പരിപാടി നടന്നപ്പോൾ ഉപ്പയെ കൊണ്ടുപോയിട്ട് ഉപ്പയെ ഇരുത്തിയിട്ട് ഞാൻ വിഷയം പറഞ്ഞു. ആ ഉപ്പയുടെ മുഖത്ത് നോക്കിയിട്ട് ഉപ്പയോട് എന്നെ എതിർക്കാൻ പഠിപ്പിച്ചത് എന്റെ ഉസ്താദുമാരായിരുന്നു. ഉപ്പ പ്രശ്നമല്ല. അള്ളാഹു കഴിഞ്ഞാൽ അവന്റെ റസൂലിനെ സ്നേഹിക്കണം, അവന്റെ റസൂൽ കഴിഞ്ഞാൽ സ്നേഹിക്കേണ്ടത് ഉമ്മയെയാണ്, ഉമ്മ കഴിഞ്ഞാൽ സ്നേഹിക്കേണ്ടത് ഉപ്പയെയാണ്. അത് കഴിഞ്ഞിട്ടേ ഗുരുക്കന്മാർക്ക് സ്ഥാനമുള്ളൂ ഇസ്ലാമിൽ. പക്ഷേ ഇവിടെ ഉസ്താദുമാരെ എതിർക്കുന്നത് ഉപ്പയാണെങ്കിൽ ഉപ്പയെ വെട്ടിമാറ്റണം, ഉമ്മയെ വെട്ടിമാറ്റണം. അവരെ കൊന്നാൽ പോലും സ്വർഗത്തിലേക്ക് പോകുന്നു പഠിപ്പിക്കുന്ന കേരളത്തിലെ ലോകത്തിലെ ഏക സംഘടന. لا تجد قوما يؤمنون بالله قرآن حديث الله لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حد الله ورسوله ولو كانوا آباءهم أو أبناءهم എന്ന ആയത്തോതിയിട്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ AP ഉസ്താദിനെ വിമർശിക്കുന്നവൻ ആരാണെങ്കിലും അവരെ ഹത്യാകച്ചണം. അവരെ പിന്നെ നമ്മളെ കൂടുതൽ കൂടേണ്ടതില്ല. അത് ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ജ്യേഷ്ഠാനുജന്മാരാണെങ്കിലും കുടുംബ ബന്ധുമിത്രാദികൾ ആരാണെങ്കിലും അവർക്ക് പിന്നെ സ്ഥാനമില്ല. സ്ഥാനം ഉസ്താദിനാണ്. ഏത് ഉസ്താദിന്? അതുകൊണ്ട് തന്നെ അങ്ങനെ കേട്ട് പഠിച്ച് ഞാൻ എന്റെ ഉപ്പയോട് അങ്ങനെ സംസാരിച്ചു. എന്റെ ഉപ്പയോട് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉപ്പ പൊരുത്തപ്പെട്ട് തരണം. കാരണം അന്ന് എനിക്ക് വിവരമില്ലായിരുന്നു. പക്ഷെ എനിക്ക് അതിനെ അടി കിട്ടിയത് എന്നെ ഉപ്പ എന്നാ കാണിച്ചു തരണം തന്നെ. ഉപ്പ പള്ളിയുടെ മുകളിലേക്ക് പോയി, ഞാനും ബേക്ക് തന്നെ പോയി. നല്ല ചൂടുണ്ട്. പക്ഷെ ഉപ്പ റൂമിൽ പോയിട്ട് തിന്നാൻ കൊത്തുന്ന വിളക്കെടുത്തിട്ട് ഇരുമ്പിന്റെ വിളക്കുണ്ടായിരുന്നു. നീ എന്താ കാണിക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങി വരുന്ന കൊണ്ടൊക്കെ അടി കിട്ടി എന്റെ തല കൊണ്ടൊക്കെ. ഇവിടെ നെറ്റിയിൽ ഇവിടെ അടി കൊണ്ടപ്പോ ഞാൻ കൈകൊണ്ട് തൊട്ട് നോക്കി ചെറുങ്ങനെ രക്തം പൊടിഞ്ഞു. ഞാൻ ഓടിപ്പോയി ഹോസ്പിറ്റലിലേക്ക്, വേഗം റായപ്പുറ ഹോസ്പിറ്റലിലേക്ക് പോയി. അത് മറ്റൊരു കാര്യം, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇന്നും റായപ്പുറ ജീവിച്ചിരിപ്പുണ്ട്, എന്റെ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്, എന്റെ ഉപ്പ എന്റെ കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഉപ്പയെയും ഉമ്മയെയും ബഹുമാനിക്കേണ്ടതില്ല. ഉപ്പയുടെയും ഉമ്മയെയും കുരുത്തക്കേട് വാങ്ങിയാൽ കുഴപ്പമില്ല, ഉസ്താദിന്റെ പൊരുത്തം എടുത്താൽ മതി എന്ന് പഠിപ്പിക്കുന്ന ലോകത്തെ ഒരേ ഒരു സംഘടനയാണ് ആ സംഘടന. ഈ ആയത്താണ് ഞങ്ങൾക്ക് പ്രധാനമായത്. സൂറത്തുൽ മുജാദിലയിലെ ഈ ആയത്ത് ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്നറിയണോ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു, തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ആ സഹാബി നബി തങ്ങളുടെ ഹദറത്തിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, മുർനി ബിമാ ശിഅ്ത, നബിയെ അങ്ങേക്ക് ഇഷ്ടമുള്ളത് അങ്ങേ ഉദ്ദേശിക്കുന്ന എന്നോട് കൽപ്പിച്ചുകൊള്ളൂ. അല്ലാഹുവിന്റെ റസൂലുള്ള അതിയായ സ്നേഹത്താൽ അങ്ങേ അറ്റത്ത ആ മഹബ്ബത്ത് കാരണം തൽഹത്ത് റളിയല്ലാഹു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് നിങ്ങൾ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദ്ഹബ് വഖ്തുൽ അബാക, ഇദ്ഹബ് വഖ്തുൽ അബാക, നീ പോയിട്ട് നിന്റെ വാപ്പാനെ കൊന്നിട്ട് വാ, നിന്റെ പിതാവിനെ കൊന്നിട്ട് വാ. അതങ്ങ് കേൾക്കേണ്ട താമസം പക്കാവ മുൻസിരിപ്പന്നിഗ്രഹി മജ്മുദ് സബായിദിൽ നൂറുദ്ദീൻ തങ്കി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം എഴുന്നേറ്റ് പോയി. അദ്ദേഹം വാളമെടുത്ത് ഉപ്പാനെ കൊല്ലാൻ വേണ്ടി പോയി. അദ്ദേഹത്തിന്റെ ആ പോക്ക് കണ്ടപ്പോൾ ഹബീബായ പുണ്യ പൂമാൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തൽഹത്തിനെ തിരികെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മാ ബുഇസ്തു ബിഖതീഅത്തി റഹ്മിൻ, കുടുംബ ബന്ധം മുറിക്കാൻ എന്നെ അയക്കപ്പെട്ടിട്ടില്ല. എന്നോട് നിങ്ങൾ വന്നിട്ട് എന്ത് കൽപ്പിച്ചാലും ചെയ്യുമെന്ന് പറഞ്ഞപ്പോ എന്നോടുള്ള മഹബ്ബത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്.
ബഹുമാനപ്പെട്ട കബൂർ ഉസ്താദ് എത്തിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താൻ പോവുകയാണ്. ഇനി നമുക്ക് ആവേശകരമായ പരിപാടി. അപ്പൊ ഏതായാലും തൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞു, എന്നെ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതല്ല, കുടുംബബന്ധം ചേർക്കാനാണ് എന്നെ പഠിപ്പിച്ചത്, എന്നെ നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് തൽഹ, നിങ്ങൾ പിതാവിനെ വധിക്കാൻ പോകേണ്ടതില്ല. നിങ്ങൾ പറഞ്ഞതിൽ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സംഘടനാ ക്ലാസുകൾ ഞങ്ങൾക്ക് തന്നത് ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദൂന മൻ ഹദ്ദല്ലാഹ വറസൂലാ വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറത്തുഹും. മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ജ്യേഷ്ഠാനിച്ച സഹോദരന്മാരാണെങ്കിലും ബന്ധുമിത്രാദികളാണെങ്കിലും ആരാണെങ്കിലും അവരോട് സ്നേഹിക്കാൻ ഒരു മുഅ്മിനിന് കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് എതിരിടുന്നവരാണെങ്കിൽ ആ അല്ലാഹുവിന്റെ റസൂലിന്റെ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാരാണ് അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ. അൽ ഉലമാ എന്നതിലെ അൽ ആലിമാണ് കാന്തപുരം ഉസ്താദ്. അതുകൊണ്ട് കാന്തപുരം ഉസ്താദ് അൽ ആലിമായതുകൊണ്ട് അള്ളാന്റെ റസൂലുള്ളാഹിന്റെ സ്ഥാനത്ത് അതേ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ആ പദവിയിലല്ല. ഇന്ന് അള്ളാഹുവിന്റെ റസൂൽ അന്ന് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നത് കാന്തപുരം ഉസ്താദായതുകൊണ്ട് ആ കാന്തപുരം ഉസ്താദിനെ വിമർശിക്കുന്നവർ ആരാണെങ്കിലും അവരെ നിങ്ങൾ വെട്ടിമാറ്റണമെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നപ്പോ ഇന്നത്തെ തലമുറക്ക് അതറിയില്ല. കാരണം ഇന്നത്തെ തലമുറ കേട്ടുവരുന്നത് എന്താണെന്നറിയോ ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ ആളുകളാണ്. കണ്ണിയത്ത് ഉസ്താദ് ഞങ്ങൾക്ക് ആശീർവാദം തന്നിട്ടുണ്ട്, അതേപോലെ ശംസുൽ ഉലമ ആശീർവാദം തന്നിട്ടുണ്ട്. മറ്റൊരഭിപ്രായത്തിൽ ശംസുൽ ഉലമായി തൗബ ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇപ്പം എന്തെങ്കിലും ശംസുൽ ഉലമ ശംസുൽ ഉലമ തൗബ ചെയ്തിരുന്നു? എപ്പം തൗബ ചെയ്തിരുന്നു? തൗബ ചെയ്യാന്നവർ എന്താണ്? ചെയ്തുപോയ തെറ്റിൽ ഖേദിക്കലുണ്ടല്ലോ, ആ തെറ്റിന് ഒഴിവാകണം. ശംസുൽ ഉലമ അവർ പറഞ്ഞവരെ തൗബ ചെയ്യണമെങ്കിൽ ശംസുൽ ഉലമ കാന്തപുരത്തോട് മാപ്പ് പറയണം. കാരണം എന്റെ അടുത്ത് പെശക് പറ്റിപ്പോയി, വരക്കൽ മുതൽക്കങ്ങളും ബാവലി തങ്ങളും ഏതൊരു കാര്യത്തിനാണോ ഇത് സമസ്ത രൂപീകരിച്ച് അതിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങളാണ് മുന്നോട്ട് പോയത്, അതുകൊണ്ട് ഞാൻ ഇത് രാജിവെക്കുന്നു, ഇനി മുതൽ സെക്രട്ടറി നിങ്ങളാണ്. കണ്ണീർസ പറയണം, ഞാൻ രാജിവെക്കുന്നു, ഇനി മുതൽ പ്രസിഡന്റ് നിങ്ങളാണ്, ഞങ്ങൾ തെറ്റുപറ്റിപ്പോയി. അതാണല്ലോ തൗബ. എന്നല്ലാതെ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്റെ ചിന്താഗതി നിങ്ങൾ എന്താറില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേയറ്റ നികൃഷ്ട ജീവികളാണ്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തം ആളായി മാറും. നമുക്ക് പിന്നെ ഇന്നേവരെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ബഹുമാനിച്ചിട്ടുണ്ട്, മരിച്ചാലും ബഹുമാനിക്കും. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും എതിർത്തിട്ടുണ്ട്? ഫിറോനെ നമ്മൾ എതിർത്തിട്ടുണ്ട്, ഹാമാനെ എതിർത്തിട്ടുണ്ട്, അബൂജഹലിനെ എതിർത്തിട്ടുണ്ട്, അങ്ങനെ തുടങ്ങി കുറെ ആൾക്കാരെ എതിർത്തിട്ടുണ്ട്. അവരെ നമ്മൾ മരിച്ചാലും എതിർക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ സ്വർഗത്ത് പോകുന്നതാണെന്ന് പറയൂല. അപ്പൊ ചില ആൾക്കാരെ പറയും അതിന് പൊട്ടീസാക്കാൻ വേണ്ടിട്ട് മരിച്ചവരെ പറ്റി മോശം പറയരുതെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ലേ? അപ്പൊ ഫിറോനെ പറ്റി നമ്മളിപ്പോ ആരും മോശം പറയാറില്ലാറല്ലേ സാറേ? ഫിറോൻ മരിച്ചുപോയതല്ലേ? ഹാമാന് മരിച്ചുപോയതാണല്ലോ, കാറൂന് മരിച്ചുപോയതാണല്ലോ, അബൂജഹൽ മരിച്ചുവല്ലോ. അതുകൊണ്ട് അവരിനി സ്വർഗത്തിന്റെ ആളുകളാണ്, നമ്മൾ നരകത്തിന്റെ ആളുകളെന്ന് പറയണ്ട. കാരണം എന്താ? മരിച്ചവരെ പറ്റി മോശം പറയാൻ പറ്റില്ലല്ലോ, അല്ല പുറത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ സംശുദ്ധ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചുറച്ച് വിശ്വസിക്കുന്നു. ഈ സമസ്തയിൽ 1989 പിളർപ്പുണ്ടായത് എന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും 6 പേര് വേറെ സമസ്ത എന്ന പേരിൽ പോയത് അള്ളാഹു ചെയ്തു തന്ന സമസ്ത കൊടുത്ത അനുഗ്രഹമാണ്. കാരണം ഈ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പിന്നെ ആ രൂപീകരിച്ച് പ്രസ്ഥാനം കൊടുത്ത സമസ്തയുടെ പതാക മഹാനായ ഇമാം മഹദിയുടെ അടുത്തേക്ക് സമർപ്പിക്കേണ്ടത് സംശുദ്ധ ജീവിതത്തിന്റെ ഉടമകളായിരിക്കണമെന്ന് അള്ളാഹു തആല കണക്കാക്കിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സമസ്തയുടെ ശിഷ്യനെ ഉസ്താമനെ പറ്റിയിട്ട് ആർക്കാ എന്തെങ്കിലും ആരോപണം പറയാനുണ്ടോ? ഞാനൊന്നും പറയുന്നില്ല, ഒന്നും പറഞ്ഞത് പറയാൻ വേണ്ട, ആർക്കും പറയാനില്ലാലോ. പക്ഷെ ഇന്ന് ഏതോ ഒരു പ്രസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളെപ്പറ്റി നല്ലോണം വിവരമുള്ള ആളാണ് നാസർ സക്കാഫി വയനാടും, ഹസൻ സക്കാഫി പൂക്കോട്ടൂരും, ഇസ്മായിൽ സക്കാഫി തോട്ടുമുക്കും. ഞങ്ങൾ ഖബർ ജീവിതം മോശമാക്കിയിട്ട് ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഖബർ ഈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ല, എതിർപ്പേ ഉള്ളൂ. ഒരു പള്ളിയിലും ജോലിയെ സമ്മതിക്കില്ല. ഞാൻ നിൽക്കുന്ന പള്ളിയിലടക്കം പ്രശ്നങ്ങളാണ്. എന്തെങ്കിലും വിഷയം വരും അപ്പായ്മിലേക്ക് കയറ്റും. പറഞ്ഞുകൊണ്ട് കിട്ടുന്നത് നേട്ടമല്ല, കോട്ടാണ്, ഭൗതിക കോട്ടാണ്. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ശരിക്കും പറഞ്ഞാൽ 1989 സമസ്തയിൽ നിന്ന് പുറത്തുപോയ ആളുകൾ അല്ലാഹു തആല പുറത്താക്കിയതാണ്. കാരണം അവർ 1978 ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് സമസ്ത എന്ന് പുറത്താക്കിയിരുന്നു. ഞാൻ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 89 പുറത്തായത്, 78 തന്നെ കണ്ണിയത്ത് ഉസ്താദ് ഈ 6 പേരെയും പുറത്താക്കിയിരുന്നു, ദീർഘദൃഷ്ടിയോടുകൂടി പുറത്താക്കിയിരുന്നു.
കണ്ണൂർ ഉസ്താദ് അന്ന് പുറത്താക്കിയ ആളുകളാണ് പിന്നീട് പുറത്തു പോയത്. എപ്പോ ചരിത്രം, സമസ്തയുടെ ചരിത്രം പഠിക്കണം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. 1978 കണ്ണൂർ ഉസ്താദ് പുറത്താക്കിയ, നാവ് കൊണ്ട് പുറത്താക്കിയ ആളുകൾ ഈ ഉസ്താദാണ് പറഞ്ഞതാ. നിങ്ങളെ പുറത്താക്കണമെന്നല്ല ഇവിടെ പറഞ്ഞത്. അതെ, ഒരു വിഷയം ഉണ്ടായിരുന്നു ഉസ്താദിനെതിരെ. എന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ഒരു കത്തുണ്ടാക്കി. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഒപ്പിട്ട ഒരു കത്ത് അതിന്റെ പേരിൽ ഒരു കത്ത് കൊണ്ടുവന്നു. EK ഉസ്താദിനെ സമസ്തന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു യോഗം കൂടി തീരുമാനിച്ചു. മുഷാവറയിലിട്ടു. ഈ മുഷാവറയിൽ ഈ കത്ത് വന്നപ്പോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി അതിനെപ്പറ്റി എഴുന്നേറ്റ് പ്രസംഗിച്ചു. അത് മുഷാവറ തിരിഞ്ഞില്ല. കൂട്ടത്തിൽ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ആള്, ഓർമ്മ ശരിയാണെങ്കിൽ അണ്ടോണം മൊഹിദ്ദീൻ കുട്ടി മുസ്ലിയാണെന്ന് തോന്നുന്നത്, ഏതായാലും മൂപ്പര് അവരൊന്ന് പറഞ്ഞു, ഒന്നും കൂടി നിങ്ങൾ പറഞ്ഞത് ആർക്കും മനസ്സിലായിട്ടില്ല, നിങ്ങൾ പറയണം. ശംസുൽ ഉലമ ഒന്നും കൂടി വ്യക്തമാക്കിയവർ പറഞ്ഞു, അതിൽ ഞാൻ ഒപ്പിട്ടിട്ടില്ല. അന്നത്തെ കോഴിക്കോട് ജില്ലാ ട്രഷറർ പാറന്നൂർ PP ഉസ്താദാണ്, ഇബ്രാഹിം കുട്ടി ഉസ്താദ്. പാറന്നൂർ മൊയ്തീൻ കുട്ടി ഉസ്താദല്ല, രണ്ടെണ്ണം ഉണ്ട്. ഏതായാലും PP ഉസ്താദ് എന്ന് പറഞ്ഞു, ഞാനും ഒപ്പിട്ടിട്ടില്ല. അവരതിൽ നിന്ന് ഒഴിവായിരുന്നു. അതുകൊണ്ട് അവർ സമസ്തയുടെ തണലിൽ നിന്നു. അന്ന് അതിൽ ആരെല്ലാം പങ്കെടുത്തിരുന്നോ അവരെല്ലാം പിന്നീട് മറുകണ്ഠം ചാടുകയും ചെയ്തിട്ടുണ്ട്. അതായത് 78 ശംസുൽ ഉലമക്കെതിരെ രംഗത്ത് വരികയും ശംസുൽ ഉലമയെ എങ്ങനെയെങ്കിലും പുകച്ചു ചാടിക്കണം. 74 കയറിയ ആള് 57 ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്ന ആളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം വിചാരിച്ചു. പക്ഷേ അതുകൊണ്ട് തന്നെ അവർ പലതും ചിന്തിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ സമസ്ത പിളരാനുണ്ടായ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായി കാന്തപുരം ഉസ്താദിന് ചില നേട്ടങ്ങൾ ആവശ്യമായിരുന്നു. അതിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോൾ ഭൗതികപരമായി അറബികളിൽ നിന്നും മറ്റും ധാരാളം കിട്ടുന്നത് കണ്ടപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധം കഴിഞ്ഞിട്ട് സമ്പത്ത് കുഞ്ഞുകൂടിയപ്പോൾ അവിടെ വെച്ചിട്ട് എല്ലാവരും സന്തോഷിച്ചപ്പോൾ, സഹാബികൾ സന്തോഷിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞിരുന്നു. അപ്പോൾ വന്ന് ചോദിച്ചു, അല്ല അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്താ കരയുന്നത്? നിങ്ങൾക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തത്? ആ സമയത്ത് അമീറുൽ മുഅ്മിനീൻ പറഞ്ഞത്, ഞാൻ കരയുന്നത് വേറൊന്നുമല്ല, ഈ സമ്പത്ത് സമുദായത്തെ ദീനിൽ അകറ്റിപ്പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. ഇതേപോലെ കാന്തപുരം ഉസ്താദ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഗൾഫിൽ പോയി പണപ്പിരിവ് നടത്തിയപ്പോ ആ പോയ പിരിവെല്ലാം വളരെ ഭംഗിയായി വിജയിച്ചപ്പോ നല്ല പൈസകൾ വന്നുകൂടിയപ്പോൾ ഈ പൈസ ഇങ്ങനെ കുവിഞ്ഞുകൂടിയാൽ ഇത് ദോഷകരമായി പോകുമോ എന്ന് ചിന്തിച്ച പണ്ഡിതന്മാർ തഖ്വയുടെ ഉമർ ഖത്താബ് റളിയല്ലാഹു പിൻപറ്റിയ ആ പണ്ഡിതന്മാരുടെ ചിന്താഗതിയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയാൽ എനിക്ക് പണപ്പിരിവും മറ്റും നടക്കില്ല, എന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കിയപ്പോ മഹാനായ സദഖത്തുള്ള മുസ്ലിയാര് സമസ്തന്ന് പോയപ്പോ അന്ന് പറഞ്ഞ കാരണത്തിന്റെ പേരിൽ എന്തായിരുന്നു കാരണം? ബാങ്കും മറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. പക്ഷേ അതിന്റെ പേരിൽ ആളുകൾ കൂടിയില്ല. പലരും പല കാര്യം കൊണ്ട് പോയെങ്കിലും അവർ വലിയ നേതാക്കന്മാരായിട്ടും കൂടെ ആരുണ്ടായിട്ടില്ല. അപ്പോൾ സമസ്ത ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് രൂപീകരിച്ചത്, ആ കാരണം ജനങ്ങളിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാൽ ആ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ കൂടെ ആളുകൾ ഉണ്ടാവുന്ന മനസ്സിലാക്കി മുജാഹിദിനെയും ജമാഅത്തിനെയും അതേപോലെ പുത്തൻ പ്രസ്ഥാനക്കാരെയും എതിർക്കാൻ ഇപ്പോൾ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും മടി കാണിക്കുന്നു എന്ന് സാധാരണക്കാരെ പറഞ്ഞ് പറ്റിച്ചാൽ എന്റെ കൂടെ ആളുകൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയ കാന്തപുരത്തിന്റെ കുതന്ത്ര ബുദ്ധിയാണ് ആ ഒരു പേരിൽ തട്ടിപ്പ് നടത്തിയിട്ട് പാവങ്ങളായ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പുതിയ പ്രസ്ഥാനമായി കാന്തപുരം പോയത്. അള്ളാനെ പേടിച്ചിട്ടല്ല, സമസ്തയുടെ യഥാർത്ഥ നയത്തിലുമല്ല. പിന്നീട് അങ്ങോട്ട് സമയമില്ല, കെട്ടുപിടിസ്ഥാന് സമയം കൊടുക്കാണ്. ഒരുപാട് വിഷയങ്ങൾ ഡയറിയിൽ കുറിച്ചു വെച്ചിരുന്നു, അതിലേക്ക് കടക്കുന്നില്ല. കാന്തപുരസ്ഥാന വ്യക്തി താല്പര്യത്തിന് വേണ്ടി മാത്രം തനിക്ക് ആഡംബര ജീവിതം നയിക്കണം, നല്ല കാറ് വേണം, നല്ല വീട് വേണം, ഒരു തുണി പഠിക്കുന്ന കാലഘട്ടത്തിൽ ഡ്രസ് പോലും മാറ്റിയെടുക്കാൻ ഒരു തുണിക്ക് മറുതുണി ഇല്ലാത്ത കാന്തപുരം ഇന്ന് ലോകത്തിലെ ഒന്നാം നമ്പർ പണക്കാർ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പണക്കാരനായിട്ടുണ്ടെങ്കിൽ, വീട് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, വീടിന് മുമ്പിൽ പള്ളി കെട്ടിയിട്ടുണ്ടെങ്കിൽ, വീട് ഒന്നാം തരം മണിമാളിയായിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും സമുദായത്തിന്റെ പണമാണ്. എന്നാൽ ഇന്ന് സമസ്തയുടെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ശരി വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കൊണ്ടോട്ടിയിൽ, അത് കുടുംബ സ്വത്താണ്, സമുദായത്തിന് പണം കൊണ്ടുണ്ടാക്കിയതല്ല. ഇങ്ങനെ അവരെ കൂട്ടത്തുള്ള ഓരോ നേതാക്കന്മാരുടെയും കാറും വലുത് മേടിച്ചോ കുഴപ്പമില്ല, വീടുണ്ടായിക്കോ കുഴപ്പമില്ല, പക്ഷെ അത് സമുദായത്തിന്റെ പണം പിരിച്ചിട്ട് ആ പണം കൊണ്ട് ഉണ്ടാക്കി എത്തി മക്കളുടെ പേരിൽ പിരിച്ചിട്ട് അഗതികളുടെ പേരിൽ പിരിച്ചിട്ട് ആ പണം കൊണ്ട് ഇന്ന് ഏറ്റവും നല്ല നമ്പർ വാഹനത്തിൽ ഓടുന്നുണ്ടെങ്കിൽ സ്വന്തം കുടുംബത്തിന് പാരമ്പര്യം ലഭിക്കോ അല്ലെ
ജോലി ചെയ്തുണ്ടാക്കിയോ പണമല്ല, സമുദായത്തിന്റെ പണമാണ്. ഈ പണം ഉപയോഗിച്ച് കൊണ്ടുപോയപ്പോ പഠിച്ചു നോക്കി, ഉസ്താമാരെ പറ്റി വിലയിരുത്തി, അതിന്റെ സാഹചര്യം വന്നപ്പോൾ ആലിമ്യങ്ങളെ കുറിച്ച് പഠിച്ചു. ജാഥകളില്ലാത്ത പാണക്കാട് കുടുംബത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. അതേപോലെ കൂട്ടത്തിൽ ഞാൻ പറയുന്ന അവസാനിപ്പിക്കാൻ നീട്ടുന്നില്ല, മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ വഹാബ് സക്കാഫി മമ്പാട് എന്ന് പറയുന്ന ഗുണ്ടാ പ്രസംഗകൻ, അവന്റെ കൂടെ മറ്റൊരു ഗുണ്ടയുണ്ട്, സിദ്ദീഖ് സക്കാഫി അരിയൂർ എന്ന് പറയുന്ന പ്രസംഗകൻ, മഹാഗുണ്ടയാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങളുടെ നാട്ടിൽ വരികയായിരിക്കും. സിദ്ദീഖ് സക്കാഫി അരിയൂർ വലിയ കേരളത്തിലെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുള്ള ഗുണ്ടയാണ്. ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ അടിച്ച് തല്ലി അവനെ കൊണ്ട് കാഷ്ടിപ്പിച്ച് കൊല്ലാൻ നോക്കിയ പ്രതിയാണ് സിദ്ദീഖ് സക്കാഫി അരിയൂർ. ഈ പറയുന്നത് കളവാണെങ്കിൽ ആരെ മുമ്പിൽ തെളിയിക്കാൻ ഈ നാസർ സക്കാഫി തയ്യാറാണ്. ആരെയാണ് തല്ലിയത്, ആരെയാണ് കൊല്ലാൻ നോക്കിയതാണ്, എവിടെയാണ് കൊല്ലാൻ നോക്കിയത്, ഏത് സ്ഥലത്ത് വെച്ച്, ഏത് കൊല്ലത്തിൽ, കൂടെ ആരുണ്ടായിരുന്നു, എല്ലാം എനിക്കറിയാം. ഇതാരും എന്നോട് പറഞ്ഞു എന്നല്ല, ഞാൻ ദൃസാക്ഷിയാണ്, ഇതിന് എനിക്ക് തെളിവുണ്ട്. അങ്ങനെ തോന്നിവാസങ്ങൾ ചെയ്യുന്ന, അടിച്ചൊതുക്കുന്ന, ശത്രുക്കളെ മോശമായി ആ രൂപത്തില് അതിഥികളെ പോലും ബഹുമാനിക്കാതെ കൊല്ലാൻ ശ്രമിച്ച ഒരു ടീമാണ്. പച്ച കളവ് മാത്രം ലോകത്ത് പറയുന്ന എന്തെല്ലാം കളവുകൾ ഒരു സക്കാൽ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. ഉള്ളാർ നിങ്ങളൊരു കറാമത്ത് പറഞ്ഞിട്ടുണ്ട്, ആ കറാമത്തടക്കം പലതും കളവാണ്, ഇന്നേവരെ ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഇതുണ്ടായിരുന്നു, ഉസ്താദ് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ സ്വപ്നം കണ്ട പണ്ഡിതൻ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു വെറുപ്പുണ്ടായിരുന്നത് ഇൻഷാ അല്ലാഹ്, ആ റസൂലുള്ളാഹി തങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്ന വ്യക്തി അവസാനം റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു, നബി തങ്ങൾ മിണ്ടുന്നില്ല. മിണ്ടാതെ വന്നപ്പോൾ അയാളോട് ചോദിച്ചത്രേ, പിന്നെ വിഷമായി. അപ്പോൾ നബി തങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ പറഞ്ഞത്രേ, മാക്കാന അബൂബക്കർ അഫ്ളൽ മിൻകും ലൈസ ബികസ്റത്തി സ്വലാത്തി അല്ലേ വദിക്രി വലാകിൻ ബിസഫാത്തുൽ ഖൽബ്. ഹൃദയ പരിശുദ്ധിയാണ്, അതിന്റെ അറബി അല്ലെങ്കിലും അതിന്റെ ഹൃദയ പരിശുദ്ധിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉയർത്തി എന്നൊരു ഹദീസ് ഉണ്ടായിരുന്നു. അപ്പോ ഈ പണ്ഡിതൻ ചിന്തിച്ചു, ഞാൻ ഇന്നേ ഒരു സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി മോശമായൊന്നും ഗണിച്ചിട്ടില്ലല്ലോ, അപ്പൊ ഇങ്ങനെ അബൂബക്കറിന്റെ പേര് വന്നത് പെട്ടെന്ന് അയാളെ മനസ്സിലേക്ക് വന്നു. അത് അബൂബക്കർ, അബൂബക്കർ അല്ല, മറിച്ച് കാന്തപുരം നബി അബൂബക്കർ മുസ്ലിയാരാണ്. അത് മനസ്സിലായപ്പോൾ അദ്ദേഹം അബൂബക്കറിന്റെ അടുത്ത് വന്നിട്ട് മാപ്പ് പറഞ്ഞു. അയാൾ ആ പ്രസ്ഥാനത്തിൽ ചേർന്നു. ഞാൻ അന്നും ഇന്നും ചോദിക്കുന്നു, ആ പ്രമുഖ പണ്ഡിതൻ ആരാണ്? ആ പണ്ഡിതൻ നമ്മളെ 89 പിളർന്നതിന് ശേഷമാണല്ലോ ഈ സംഭവം ഉണ്ടാവുക. അപ്പൊ പിളർന്നതിന് ശേഷം ഇങ്ങനെ ചിന്തിച്ചിട്ട് പ്രമുഖനായ ആ റസൂലുള്ളാഹി സ്വപ്നം കാണുന്ന പണ്ഡിതൻ ആരാണെന്ന് പറയാൻ പറഞ്ഞിട്ട് ഇന്നേ വരെ അവരാളെ പേര് പറഞ്ഞിട്ടില്ല. നമുക്കും അറിയണമല്ലോ. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, അവര് പറയാറുണ്ട്, നിങ്ങളെ കൂടുന്ന കുറെ ആൾക്കാർ ഇനിയും കിട്ടുന്നില്ല, നിങ്ങളെ കൂടുന്ന കുറെ ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നിട്ട് ഞങ്ങൾ ആർക്കും സ്വീകരണം കൊടുക്കില്ല. ഞാൻ ചോദിക്കട്ടെ, 2004 2003 മർക്കസിൽ മുടിയെത്തി 2004 പ്രചരണം തുടങ്ങിയ കാലഘട്ടം മുതൽ ഈ 2016 ജനുവരി വരെ, ഈ ഫെബ്രുവരി 2-ാം തീയതി ഈ രാത്രി വരെ ഒരുപാട് സഖാഫികളും അഹ്സനികളും മദനികളും സായിദികളും സമസ്തയുടെ ബാന്ധാവിലേക്ക് കടന്നു വന്നിട്ട്, എന്നാൽ ഇപ്പുറത്തൊന്ന് സംഘടനയുള്ള ഏതെങ്കിലും ഒരു പൈസയോ, ഏതെങ്കിലും ഒരു റഹ്മാനിയോ, ഏതെങ്കിലും ഒരു ദാരിമിയോ, ഏതെങ്കിലും ഒരു അസ്വദിയോ, അല്ലെങ്കിൽ നമ്മളെ ഇർഫാനികളോ, ഏതെങ്കിലും ആളുകൾ ഞങ്ങൾക്ക് മുടിയിൽ വിശ്വാസമാണ്, സമസ്ത പറഞ്ഞ മുടി അതിനെതിർത്ത് നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നത് തെളിയിക്കാൻ പറ്റുമോ എങ്കിൽ നിങ്ങളുടെ പേര് പറ, ഒക്കെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളാണ് യഥാർത്ഥ സമസ്തയുടെ ഭാഗത്തുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണം വരെ ഈ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അർഹമർ റഹ്മാനായ രാജസയ്യിദായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞു കേട്ട ഒരു സാലിഹായ സൽക്കർമ്മമാക്കി ഞങ്ങൾ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങൾ ഒരുപാട് കാലം തെറ്റിദ്ധരിച്ചു പോയി. ഒരു പ്രസ്ഥാനത്തിലുണ്ടായപ്പോൾ ആ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച പണ്ഡിതന്മാരും ആ പ്രസ്ഥാനവും അസത്യമാണെന്നും അവരിൽ ഒരു തഖ്വയും അല്ലാഹുവിന് പേടിയില്ല എന്ന് അവരുടെ ജീവിതം കണ്ടറിഞ്ഞപ്പോൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെയാണ് അതിനെതിരെ ഈ സമസ്തയുടെ യഥാർത്ഥമായ സമസ്ത എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ ഈ വേദിയിലേക്ക് വരുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ വ്യക്തി ജീവിതം വളരെ മോശമാണ്, ഒന്നുമില്ല, കേവലം ഒരു ഡ്രസ്സിലും ഒരു താടിയിലും മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം നന്നാക്കി നൽകണേ അല്ലാഹ്. ഇതിന്റെ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, അതേപോലെ പാണക്കാട് കുടുംബത്തിലേക്ക് ബർക്കത്ത് കൊണ്ട് വിട്ടുപോയി പാണക്കാട് കുടുംബം സലാത്തിന്റെ പേരിലോ താടിയുടെ പേരിലോ ഡ്രസ്സിലോ പേരിലോ അല്ല ഇന്ന് സമുദായത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പാണക്കാട് കുടുംബം യഥാർത്ഥമായ പാരമ്പര്യത്തിന്റെ പേരിലാണ്. അൽഹംദുലില്ലാ,
ഒരു മാസം മുമ്പ് UPS തങ്ങൾ എന്ന് പറയുന്ന അവരുടെ നേതാവ് കാസർഗോഡ് ജില്ലയിലെ ആലമ്പാടി അയാളെ വീട്ടിൽ ഞാൻ ഒരു ആവശ്യത്തിന് പോയപ്പോ അയാളെ വായുന്നു അള്ളാഹു സത്യം തുറന്നു പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സയ്യിദ് കുടുംബം പാണക്കാട് കുടുംബം തന്നെയാണ്. അതിലൊരു കറിയില്ല. അതാണ് ശരിയായ പാണക്കാടും. മറ്റു തങ്ങന്മാർ മോശക്കാരും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അയാൾ വായുന്നു പോലും ഒന്ന് പറയിപ്പിച്ചു അള്ളാഹു തആല. ഏതായാലും പാണക്കാട് കുടുംബത്തിന് ഇന്ന് കേരളത്തിൽ കിട്ടുന്ന അംഗീകാരം, ലോകത്ത് കിട്ടുന്ന അംഗീകാരം മറ്റൊരു കുടുംബത്തിനും കുടുംബപരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ബാപ്പ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട്. മറ്റതൊക്കെ പലതും ഉണ്ടാക്കുന്നത് സലാത്തിലൂടെയും അതുപോലെ മറ്റൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരെ കൂടെ തട്ടിപ്പും മറ്റൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വേർപ്പ് തുടക്കാൻ ഒരു 100 പിന്നെ ഓരോ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 100 മറ്റേ കടലാസ് അവർ ഡിഷ് പേപ്പർ എടുത്തിട്ട് അതിങ്ങനെ തുടച്ച് അതോടും അത് വാരാൻ ഒരു ടീം മറ്റൊരു ടീം ഇങ്ങനെ വന്നിട്ട് അവർ ജനങ്ങളുടെ ആളറിയിക്കുന്നത്. ഇങ്ങനെയാണ് അവരുടെ അവസ്ഥ. പിന്നെ വെള്ളം മന്ദിരിച്ചു കൊടുത്ത് രോഗം മാറി. എന്നോട് മൂത്രത്തിൽ കല്ല് വന്നപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു നിങ്ങൾ കൂറത്തങ്ങൾ വെള്ളം കുടിച്ച് ഞങ്ങൾ അസുഖം മാറും. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു കൂറാന്റെയും പാറ്റാന്റെയും വെള്ളം കുടിച്ചിട്ട് എന്റെ അസുഖം മാറണ്ട. കേട്ടിരുന്ന ഷെരീഫ് എന്നോട് പറഞ്ഞു സക്കാഫി ഉസ്താദെ അള്ളാഹ് നിങ്ങൾക്ക് രോഗം കൂടിപ്പോ നിങ്ങൾ പറയണ്ട. ഞാൻ പറഞ്ഞു രോഗം കൂടിയാലും കുഴപ്പമില്ല, കൂറാന്റെയും പാറ്റാന്റെയും വെള്ളം കുടിക്കാൻ ഞാൻ തയ്യാറല്ല. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. കഴിഞ്ഞ റമദാൻ 18 രാത്രി എന്റെ കല്ല് മൂത്രത്തിലൂടെ തെറിച്ചുപോയി. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ കൂറക്കും പാറ്റക്കും ഒന്നും ഒരു ഫലവും ഇല്ല. അതൊക്കെ വെറുതെ ആരല്ലോ ഉണ്ടാക്കി തീർക്കാണ്. അത് നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നേർച്ചയൊക്കെ ചിലപ്പോൾ നിങ്ങൾ നേർച്ച വീടും, ചിലപ്പോൾ നിങ്ങളുടെ കാര്യം ഉദ്ദേശില്ല. അതുകൊണ്ട് നമ്മളെ വിശ്വാസപ്രകാരം ശരിയാണെന്ന അല്ല. ചിലപ്പോൾ അമ്പലത്തിലേക്ക് നിങ്ങൾ നേർച്ചയാക്കി കൊടുത്തോ നിങ്ങളുടെ കാര്യം കൂടെ. അത് വേറൊരു കാര്യം. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. അതിൽ റഹ്മാനാണ് ദുനിയാവിൽ. അതുകൊണ്ട് അങ്ങനെയുള്ള കെട്ടുകഥകൾ കേട്ട് വിശ്വസിക്കേണ്ട. നമ്മൾ ഉറച്ചു വിശ്വസിച്ചോ. നമുക്ക് നമ്മുടെ പണ്ഡിതന്മാർ ദുആ മതി. അള്ളാഹു നമ്മളെ അടിയുറച്ച് നടത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശ്രദ്ധിക്കുക, റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കാതെ പ്രവർത്തകർ സംഘാടകരുമായി പരിപൂർണമായി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. സമസ്ത ആദർശ സമ്മേളനത്തിൽ ജാബിർ ഹുദവി തൃക്കരിപ്പൂർ ഈ വരുന്ന ഫെബ്രുവരി 7-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ചേറൂരങ്ങാടിയിൽ സംസാരിക്കുകയാണ്. എല്ലാവരെയും ഹൃദ്യമായി ക്ഷണിക്കുന്നു. വൈകേടിന്റെ വൈകൽ തടഞ്ഞ സത്യവിശ്വാസികൾക്ക് ഇഹപര വിജയത്തിന്റെ മാർഗരേഖ വരയ്ക്കുന്ന പുണ്യസമസ്തയുടെ 90-ാം വാർഷിക മഹാസമ്മേളനം 2016 ഫെബ്രുവരി 11, 12, 13, 14 തീയതികളിൽ ആലപ്പുഴ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിയിൽ